ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹ്രസ്വമായ ഒരു ജീവിതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ, വളരെ പരിമിതമായ ദിവസങ്ങളാണ് ഐഹിക ജീവിതം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. വ അഖല്ലുഹും മൻ യജൂസു ദാലിക, 70 വിട്ടുകടക്കുന്നവർ വളരെ പരിമിതരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്, 70 വിട്ടുകിടക്കുന്നവർ വളരെ കുറവാണ്. ഈ സദസ്സൊന്ന് പരിശോധിച്ചാൽ 70 വിട്ടുകടന്നവർ ഒന്ന് കൈപൊക്കണം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ആളുകളെ 70 വിട്ടുകടന്നവർ ഈ സദസ്സിൽ കാണുകയുള്ളൂ. എന്നെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ 70 വരെ പിടിച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയണം. അള്ളാഹു പടച്ചവൻ നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ലൈഫ് ടൈം, ഒരു പുരുഷായുസ്, ഈ ചുരുങ്ങിയ കാലഘട്ടം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും. നമ്മുടെ ജീവിത നൗക കാറ്റും കോളും നിറഞ്ഞതായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ, എല്ലാ ശരീരവും, ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ ആസ്വദിക്കും, രുചിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നഹ വഇലൈനാ തുർജഊൻ. വനബ്ലൂകും, നാം നിങ്ങളെ പരീക്ഷിക്കും, ബിശ്ശർരി വൽ ഖൈർ, തിന്മ കൊണ്ടും നന്മ കൊണ്ടും, ശർറു കൊണ്ടും ഖൈറു കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കും. നാം നിങ്ങളെ തിന്മ കൊണ്ടും നന്മ കൊണ്ടും പരീക്ഷിക്കും, ഖൈറ് കൊണ്ടും ശർറു കൊണ്ടും, സമ്പത്ത് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നിങ്ങൾ അവസാനം നമ്മിലേക്കാണ് മടക്കപ്പെടുക. പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തആല ഈ ആയത്തിൽ മൊത്തം മനുഷ്യന്റെ ജീവിതം നന്മ തിന്മകൾ നിറഞ്ഞതായിരിക്കും. ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും, രോഗങ്ങളും ആരോഗ്യങ്ങളും, സമ്പത്തും പട്ടിണിയും ദാരിദ്ര്യവും, ഒരു മൊത്തത്തിലുള്ള സൂചനയാണ് അള്ളാഹു നൽകുന്നത്. സൂറത്തുൽ ബഖറയിലേക്ക് ചെന്നാൽ അവിടെ അള്ളാഹു പറയുന്നു, 5 രൂപത്തിൽ നാം നിങ്ങളെ പരീക്ഷിക്കും. 5 രൂപത്തിൽ പരീക്ഷിക്കുമെന്ന് അള്ളാഹു എടുത്തു പറയുന്നു. അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പട്ടിണി കൊണ്ടും ഭീതി കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, 3 തരം നുക്സാൻ കൊണ്ടും മാന്യം കൊണ്ടും, 3 തരം ചുരുക്കൽ കൊണ്ടും മാന്യം കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക മാന്യം, വൽ അൻഫുസ്, ഉറ്റവരും ഉടയവരും മരണപ്പെട്ടുകൊണ്ടും ശാരീരിക നഷ്ടം കൊണ്ടും, വസ്സമറാത്ത്,
കാർഷിക വിളകളുടെ വില ഇടിച്ചുകൊണ്ടും 3 തരം നുക്സാൻ, 3 തരം മാന്യം ജീവിതത്തിലുണ്ടാവും. പട്ടിണിയും ഭീതിയും. 3 തരം മാന്യം, പിന്നെ പട്ടിണിയും ഭീതിയും. ഇവിടെ അള്ളാഹു 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. നബിയെ ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്, ക്ഷമാശീലർക്ക് അവിടുന്ന് സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കണം. ഫബശ്ശിരിസ് സാബിരീൻ. നബിയെ ഫബശ്ശിർ, ക്ഷമിക്കുന്നവന്, സാബിർ, സ്വർഗമുണ്ടെന്ന് സുവിശേഷ വാർത്ത നൽകണം നബിയെ. സൂറത്തുൽ ബഖറ. അല്ലാഹു തആല 5 രൂപത്തിൽ പരീക്ഷിക്കും. അതിൽ ഒന്നാമത്തത് ഭീതിയാണ്, ഭയം. പലതരത്തിലുള്ള ഭയം അല്ലാഹു വിട്ടുതരും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭയം, സമുദായങ്ങൾ തമ്മിലുള്ള ഭയം. ഇപ്പൊ കണ്ടില്ലേ, അമേരിക്കയാണ് എല്ലാവർക്കും ഭയം. സമുദായങ്ങൾ തമ്മിൽ ഭയം, സ്വന്തം വീട്ടിൽ ഭയം, മക്കളുടെ ഭാവിയെക്കുറിച്ച് പലതരത്തിലുള്ള ഭീതി അല്ലാഹു വിട്ടുതരും. ഭയം. വൽ ജൂ, പട്ടിണി അല്ലാഹു വിട്ടുതരും. മർഹബ. അഞ്ച് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാവും. 1, പലതരത്തിലുള്ള ഭീതി അല്ലാഹു വിട്ടുതരും, ഭയം. രണ്ടാമത്തത് വിശപ്പാണ്, ദാരിദ്ര്യം. ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം ജീവിതത്തിലുണ്ടാവും. പിന്നീട് 3 മാന്യങ്ങളാണ്. ഒന്ന് സാമ്പത്തിക മാന്യം, മറ്റൊന്ന് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസ്, ഉറ്റവരും ഉടയവരും മരണപ്പെടുക. അല്ലെങ്കിൽ ശാരീരിക മാന്യം, മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും കോശങ്ങൾ ദ്രവിക്കുക, മനുഷ്യന്റെ അവയവങ്ങൾ അപകടപ്പെടുക, കൈകാലുകൾ ഒടിയുക, ആക്സിഡന്റിൽ പെടുക. വസ്സമറാത്ത്, കാർഷിക വിളകളുടെ വില ഇടിയുക. 3 തരം മാന്യം. മൊത്തം 5 പരീക്ഷണം ജീവിതത്തിലുണ്ടാകുമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. പട്ടിണി, നമുക്ക് പട്ടിണിയെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യാം. ദാരിദ്ര്യം, പട്ടിണി അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണത്. സൂറത്തുൻ നജ്മിൽ കാണാം, അല്ലദീ ഹുവ അഗ്നാ വ അഖ്നാ അല്ലദീ ഹുവ അൽഹക വ അബ്കാ. അല്ലാഹുവാണ് അല്ലദീ, അവനാണ്, അഗ്നാ, സമ്പത്ത് നൽകുന്നവൻ, വ അഖ്നാ, ദാരിദ്ര്യം നൽകുന്നതും. അല്ലദീ ഹുവ അൽഹക വ അബ്കാ, അല്ലാഹുവാണ് ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് കരയിപ്പിക്കുന്നത്. വ അന്നഹു ഹുവ അഹ്യാ, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ കളിയാണല്ല. ദാരിദ്ര്യം കൊടുക്കുന്നതും സമ്പത്ത് കൊടുക്കുന്നതും അവനാണ്. അവനാണ് മനുഷ്യരെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും. ഒരേ മഹല്ലിൽ, ഒരേ ജമാഅത്തിൽ 2 പന്തൽ, 2 ഷാമിയാന, ഒരു പന്തലിൽ ദീനരോധനം. ഉറ്റവൻ അതാ എന്നേക്കുമായി യാത്ര ചോദിക്കുന്നു. മറ്റൊരു പന്തലിൽ അതാ വിവാഹത്തിൻ്റെ, മംഗല്യ സൗഭാഗ്യത്തിൻ്റെ 1000 മുല്ലപ്പൂക്കൾ വിടരുകയാണ്. സന്തോഷത്തിൻ്റെ മാലപ്പടക്കം പൊട്ടുന്നു, പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. ഒരു വീട്ടിൽ ദുഃഖം, തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമന്റെ വേർപാടിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. അവനാണ് കരയിപ്പിക്കുന്നത്, അവനാണ് ചിരിപ്പിക്കുന്നത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അവനാണ് സമ്പത്ത് കൊടുക്കുന്നത്, അവനാണ് ദാരിദ്ര്യം കൊടുക്കുന്നത്. കണ്ടു കണ്ടങ്ങിരിക്കും ഒരുത്തനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും
അല്ലാഹു മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും അല്ലാഹു 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും അല്ലാഹു കണ്ടങ്ങിരിക്കും ഒരുത്തനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും. കവി പാടിയത് ഭവാൻ എന്നാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, മുവഹിദീങ്ങളാണ്, ഏകദൈവ വിശ്വാസികളായതുകൊണ്ട് ഞാൻ അല്ലാഹു എന്ന് തിരുത്തി കൊടുക്കുകയാണ്. കണ്ടങ്ങിരിക്കും ഒരുത്തനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും അല്ലാഹു. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും അല്ലാഹു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും അല്ലാഹു. ഒരു കവി പാടി, കം ആകിലിൻ ആകിലിൻ അയതു മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എത്രയോ ബുദ്ധിജീവികൾ, കം ആകിലിൻ ആകിലിൻ, എത്രയോ അഭ്യസ്തവിദ്യരായവർ, എത്രയോ ബുദ്ധിജീവികൾ, അയതു മദാഹിബുഹു, അവരുടെ ജീവിതം വഴിമുട്ടിപ്പോയി, വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ, എത്രയോ വിവരമില്ലാത്തവർ, എത്രയോ ജാഹിലീങ്ങൾ നീ കാണുന്നില്ലേ, തൽഖാഹു മർസൂഖാ, അവർ സുഖസുഷുപ്തിയിൽ സുന്ദരമായി ജീവിക്കുന്നത് കാണുന്നില്ലേ. ഡിഗ്രി പാസ്സായവർ, അഭ്യസ്ത വിദ്യർ, എഴുത്തും വായനയും അറിയാവുന്നവരുടെ ജീവിതം വഴിമുട്ടിപ്പോയി, അവർ ദാരിദ്ര്യത്തിന്റെ നെടും കയത്തിലാണ്. അതേസമയം എഴുത്തും വായനയും അറിയാത്തവർ, ജാഹിലീങ്ങൾ, സമ്പന്നരായി സുഖലോലുപതയിൽ വലസുന്നത് നീ കാണുന്നില്ലേ. ദാരുടെ കളിയാണ്. വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു. നമ്മുടെ ആസൂത്രണങ്ങൾക്ക് മുകളിൽ, നമ്മുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ അല്ലാഹുവിന്റെ തഖ്ദീറാണ് പുലരുക. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മീതെ, തദ്ബീറുകൾക്ക് മീതെ അല്ലാഹുവിന്റെ തദ്ബീറാണ് പുലരുക. അല്ലാഹു പടച്ചവൻ പട്ടിണിയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. മഹാനായ പ്രവാചകൻ കാവലിനെ തേടി പട്ടിണിയിൽ നിന്നും. അല്ലാഹു പറയുന്നു, നാം നിങ്ങളെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ്. നബി തിരുമേനി കാവലിനെ തേടി പട്ടിണിയിൽ നിന്നും. മഹാനായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് അല്ലാഹുവിനോട് ശരണം തേടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വൻ നിഫാഖ്. അല്ലാഹുവേ, നിന്നോട് അവിശ്വാസത്തിൽ നിന്നും, കാപഢ്യത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, മോശമായ സ്വഭാവത്തിൽ നിന്നും കാവലിനെ തേടുന്നു. വമിൻ സയ്യിഇൽ അഖ്ലാഖ്. നബി തിരുമേനി കാവലിനെ തേടി ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും ശരണം തേടി അല്ലാഹുവിനോട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എല്ലാ ദിവസവും മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് വിരിപ്പിൽ ചെന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും. ഉറങ്ങാൻ പോകുമ്പോ, നമ്മളെല്ലാം ഉറങ്ങാൻ പോകുമ്പോ ദുആ ചെയ്യും. ചെറിയ ദുആയാണ്, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ. നമുക്കറിയാവുന്ന ദുആ ഏറ്റവും ചെറിയ ദുആയാണ്, അല്ലേ? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ. അല്ലാഹുമ്മ, നിന്റെ പവിത്രമായ നാമം കൊണ്ട് ഞാനിതാ മരിക്കുന്നു, ജീവിക്കുന്നു. ആ ദുആ പോലും അറിയാത്തവരുണ്ട്. ഉറങ്ങാൻ പോകുമ്പോ ഈ ദുആ പോലും പറയാതെ കിടക്കുന്നവരുണ്ട്. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ദുആയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥനയിൽ ദാരിദ്ര്യം, കടം ഒക്കെ വരാതെ നബി തിരുമേനി അല്ലാഹുവിനോട് തേടിയിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈഅ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈഅ വഅൻതൽ ലാഹിർ ഫലൈസ ഫൗകക ശൈഅ വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ശൈഅ ഇഖ്ലി അന്ന അദ്ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ. അല്ലാഹുവേ, നീയാണ് ആദ്യം, നിനക്ക് മുമ്പ് ആരുമില്ലായിരുന്നു. അല്ലാഹുമ്മ അൻതൽ അവ്വൽ, നീയാണ് ആദ്യൻ,
നീയാണ് അവ്വൽ, നിനക്ക് മുമ്പ് ആരുമില്ലായിരുന്നു. വ അൻതൽ ആഖിർ, നീയാണ് അന്ത്യൻ. ഫലൈസ ബഅദക ശൈഇ, നിനക്ക് ശേഷവും ആരുമില്ല. വ അൻതൽ ലാഹിർ, നീ പ്രത്യക്ഷനാണ്, നീ ലാഹിറാണ്. ഫലൈസ ഫൗകക ശൈ, നിനക്ക് മുകളിൽ ആരുമില്ല, നിനക്ക് മീതെ ആരുമില്ല. വ അൻതൽ ബാത്തിൻ, നീയാണ് ബാത്തിൻ, നീയാണ് പരോക്ഷൻ. ഫലൈസ ദൂനക ശൈ, നിനക്ക് കീഴേ ആരുമില്ല. നീയാണ് അവ്വൽ, നീയാണ് ആഖിർ, നീയാണ് ലാഹിർ, നീയാണ് ബാത്തിൻ, നീയാണ് ആദ്യൻ, നീയാണ് അന്ത്യൻ, നീയാണ് പ്രത്യക്ഷൻ, നീയാണ് പരോക്ഷൻ. ഇഖ്ലി അന്നദ്ദൈൻ, ഞങ്ങൾക്ക് നീ കടം വീട്ടിത്തരണമേ. വഅഗ്നിനാ മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും സ്വയം പര്യാപ്തത നീ തരണമേ. ഒരു നീണ്ട ദുആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ അവിടത്തെ വിരിപ്പിൽ ചെന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇമാം മുസ്ലിം തന്റെ മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ മുഖ്യമായിട്ടും നബി കാവലിനെ തേടിയത് ദാരിദ്ര്യമാണ്, പട്ടിണി. മഹാനായ പ്രവാചകൻ പറഞ്ഞു, കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ, ദാരിദ്ര്യം ഒരു വേള മനുഷ്യനെ അവിശ്വാസിയാക്കിയേക്കാം, നാസ്തികനാക്കിയേക്കാം. അള്ളാഹുവിന്റെ അസ്തിത്വം പോലും, അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, ഏകത്വവും അവന്റെ അസ്തിത്വവും ഒരു വേള മനുഷ്യൻ ചോദ്യം ചെയ്തെന്ന് വരാം. ദാരിദ്ര്യമുണ്ടായാൽ പടച്ചോൻ കാക്കട്ടെ. ചില ആളുകളെ കണ്ടിട്ടില്ലേ? ചില ആളുകളുടെ വർത്തമാനം എത്ര മോശമാണ്. എത്ര കാലമായി ഞാൻ നമസ്കരിക്കുന്നു, എത്ര കാലമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു, സകാത്ത് കൊടുക്കുന്നു. അള്ളാഹു പടച്ചവൻ എനിക്ക് പരീക്ഷണം മാത്രമാണല്ലോ തരുന്നത്, എനിക്ക് വിഷമം മാത്രമാണല്ലോ. ഞാൻ എത്ര നേർച്ച ചെയ്യുന്നു, അള്ളാഹു എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ചില ആളുകളുടെ പറച്ചിലാണ്. ചില ആളുകൾ കുറെ കാലം നന്നായി ജീവിക്കും, തങ്ങൾ കൈനീട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും, അത് സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ദുആയും ഇല്ല, നമസ്കാരവും ഇല്ല. ആളുകൾ പലതരത്തിലാണ്. അള്ളാഹു അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ സലാമത്താക്കട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തിൽ നിന്നും കാവലിനെ തേടിയിട്ടുണ്ട്. പട്ടിണി വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇസ്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാം ആദ്യമായി മനസ്സിലാക്കുക, റിസ്ക് മഖ്സൂമാണ്. ഇസ്ലാമിൽ ഒരു ആപ്തവാക്യമുണ്ട്, റിസ്ക് മഖ്സൂം വസഅയ മത്ലൂബ്. റിസ്ക് മഖ്സൂമാണ്. ഒരു മനുഷ്യൻ ഭക്ഷിക്കേണ്ട ഭക്ഷണവും ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കേണ്ട സമ്പത്തും അത് വീതിക്കപ്പെട്ടിരിക്കുന്നു. അത് വീതിക്കപ്പെട്ടിരിക്കുന്നു. അത് നാട്ടിൽ നിന്നാലോ കടല് കടന്നാലോ ഗൾഫിൽ ചെന്നാലോ പടച്ചവൻ നിശ്ചയിച്ച സമ്പത്തിനുടമേ മനുഷ്യനായി തീരുകയുള്ളൂ. പക്ഷെ വസ്സഅയുമത്ലൂബ്, പരിശ്രമം അല്ലാഹു തേടുകയാണ്. അല്ലാഹു മാറ്റർ പടച്ചവൻ നമുക്ക് നൽകി. തേടിപ്പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് സുന്നത്താണ്. അത് കച്ചവടമായിട്ടോ ഫാമായിട്ടോ ഇൻഡസ്ട്രി ആയിട്ടോ അത് തേടിപ്പിടിക്കുക എന്നുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ആദ്യവും അവസാനവും മനുഷ്യൻ അള്ളാഹുവിനെ തവക്കുലാക്കണം, പരമേൽപ്പിക്കണം. മുത്തുനബി പറഞ്ഞു, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖകും കമാ യർസുഖുത് തുയൂർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കേണ്ട രൂപത്തിൽ പരമേൽപ്പിച്ചാൽ, തവക്കുലാക്കിയാൽ, ലറസഖകും, അവൻ നിങ്ങൾക്ക് ഫുഡ് തരും, ഭക്ഷണം തരും. കമാ യർസുഖുത് തുയൂർ, പക്ഷികൾക്കും പറവകൾക്കും ഭക്ഷണം കൊടുക്കുന്നത് പോലെ. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ, ആ പക്ഷികൾ തഗ്ദു ഖിമാസൻ, ഒട്ടിയ വയറോടുകൂടി പ്രഭാതങ്ങളിൽ മരച്ചില്ലകളിൽ നിന്നും പോകുന്നു. വതറൂഹു ബിതാനാ, സായം സന്ധ്യകളിൽ ആ പക്ഷികൾ വയറ് നിറച്ചുകൊണ്ട് മടങ്ങി വരുന്നു. പക്ഷികൾക്കും പറവകൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാൻ. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാൻ. സൂറത്തുൽ അങ്കബൂത്ത്, വകഅയ്യിൻ മിൻ ദാബ
ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. അല്ലാഹു പറയുകയാണ്, എത്രയോ ജീവജാലങ്ങളുണ്ട്, ലാ തഹ്മിലു റിസ്ഖഹാ, അതിന്റെ ഭക്ഷണം അത് മുതുകത്ത് ചുമക്കുന്നില്ല. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അല്ലാഹുവാണ് അവകൾക്കും നിങ്ങൾക്കും ഫുഡ് തരുന്നത്. എത്രയോ ജീവജാലങ്ങൾ, എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഭറോസ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാം സ്പോൺസറാണ്. അല്ലാഹു മനുഷ്യനുൾപ്പെടെ ജീവജാലങ്ങൾ, പക്ഷിപ്പറവകൾ, എല്ലാ ജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്ന റസ്സാഖ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവൻ റസ്സാഖാൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, മഹാശക്തിമാനാണ്, പ്രബലനാണവൻ. റസ്സാഖ് അല്ലാഹു ഖുർആനിൽ അവനെ പറ്റി പരിചയപ്പെടുത്തി. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ 3 വസ്തുക്കൾക്ക് തവക്കുൽ കുറവാണെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാ പറയുന്നു. 3 ജീവികൾക്ക് തവക്കുൽ കുറവാണ്. ഒന്നാരാണ്? ഒന്ന് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ കണ്ടിട്ടില്ലേ, നാളത്തെ വിഷയത്തിൽ അവൻ ആശങ്കയാണ്. വീട് പണിയുമ്പോൾ അവൻ ബെഡ്റൂമിന്റെയും അടുക്കളയുടെയും ചേർത്തൊരു റൂം പണിയും. സ്റ്റോർ റൂം. എന്താ സ്റ്റോർ റൂം? ഒരാഴ്ചത്തേക്ക്, ഒരു മാസത്തേക്കുള്ള ഫുഡ് അവിടെ സൂക്ഷിച്ചു വെക്കും, അല്ലേ? നാളത്തെക്കുറിച്ച്, നാളെ രാവിലത്തെ നാശ്ത, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാത്രി തന്നെ ചിന്തിക്കുന്ന ഒരു ജീവി മനുഷ്യനാണ്. നാളെ ഉപ്പുമാവ് വേണോ അതോ പൊട്ടും കടലയും വേണോ, ഇന്ന് രാത്രി തന്നെ, ഇന്നത്തെ ഇശാ ചോറുണ്ണുന്നതിന് മുമ്പ് തന്നെ അവൻ തീരുമാനിച്ച് ചിന്തിച്ച് സ്റ്റോർ റൂമിൽ അതിൻ്റെ സാധനം നിറച്ചു കഴിഞ്ഞു. നാളത്തെ ഭക്ഷണം അള്ളാഹുവിനെ ഏൽപ്പിക്കാത്ത 3 ജീവികൾ, ഒന്ന് മനുഷ്യനാണെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന. മറ്റൊരു ജീവി എലിയാണ്. എലി, ഏത് മാളം പരിശോധിച്ച് നോക്കിയാലും എലികൾ ഭക്ഷണം കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നത് കാണാം. കണ്ടില്ലേ? മൂന്നാമത്തെ ജീവി ആരാണ്? നീ പറ, നിന്റെ പേരെന്താ? നവാസ് പറ. നിനക്ക് പറഞ്ഞാൽ ഒരു മാരുതി ആൾട്ടോ ഉസ്താദിന്റെ വകയായിട്ട്. മൂന്നാമത്തെ ജീവി ഉറുമ്പാൻ. ഏതു മാളം പരിശോധിച്ചു നോക്കൂ, ഉറുമ്പുകൾ മാളത്തിൽ കൊണ്ടുപോയി ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു, ദിവസങ്ങൾ ഭക്ഷിക്കാനുള്ളത്. പക്ഷേ മിഷ്കാത്തിന്റെ ഒരു ഷറഹുണ്ട്, ഷറഹു തീബി. മിഷ്കാത്തിന്റെ ഷറഹു തീബിയിൽ കാണാം, ഉറുമ്പുകൾ ഭക്ഷണം മാളത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഉദാഹരണമായിട്ട് ധാന്യങ്ങൾ കിട്ടിയാൽ, ഉറുമ്പുകൾക്ക് ധാന്യമണികൾ കിട്ടിയാൽ അത് കഷ്ണങ്ങളാക്കി, പീസാക്കി കഷ്ണങ്ങളാക്കിയാണ് സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? സഹോദരന്മാരെ, ചുമക്കാൻ എളുപ്പത്തിനല്ല, കൊണ്ടുപോകാൻ എളുപ്പത്തിനല്ല, മുളയ്ക്കാതിരിക്കാൻ. നോക്കൂ, മുളയ്ക്കാതിരിക്കാൻ. ഉറുമ്പുകൾക്ക് കിട്ടിയ ധാന്യം, ഹബ്ബത്ത്, ഗോതമ്പ് മണിയോ അരിയോ, അത് മാളത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കുമ്പോൾ കഷ്ണങ്ങളാക്കിയാണ് സൂക്ഷിക്കുക, മുളയ്ക്കാതിരിക്കാൻ. മഹാന്മാർ എഴുതി വച്ചിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് കിതാബിൽ എഴുതി വച്ചിരിക്കുന്നത്, മുളയ്ക്കാതിരിക്കാൻ. ഉറുമ്പുകൾക്കും മറ്റ് ജീവികൾക്കും ഈ ബോധോദയം നൽകിയത് ആരാണ്? ഒരു പക്ഷിയാണ് ആർട്ടിക് ടേൺ. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അതിൻ്റെ ജീവിതം വളരെ അത്ഭുതകരമാണ്. അത് അന്റാർട്ടിക്കയിൽ നിന്നും, ആർട്ടിക് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? വീട്ടിൽ നമ്മുടെ ഗ്ലോബ് എടുത്ത് നോക്കുക, ഭൂമിയുടെ ഉരുണ്ട ഗ്ലോബ്. ആ ഗ്ലോബിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് വെളുത്ത നിറത്തിൽ കുറെ സ്ഥലം കാണാം. അതാണ് അന്റാർട്ടിക്ക. ഐസുമലകളാണ്. ആ ഭൂമിയുടെ ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും അതിൻ്റെ 2 അറ്റങ്ങളിൽ ഐസുമലകളാണ്. മുകളിൽ കാണുന്നത് ആർട്ടിക്, താഴെ കാണുന്നത് അന്റാർട്ടിക്. നമ്മൾ സ്കൂളിൽ പഠിച്ചു അല്ലേ? അന്റാർട്ടിക്കയിൽ നിന്നും ഈ പക്ഷി ഒന്ന് ദേശാടനം ചെയ്യുകയാണ് ഭൂമിയുടെ ഉത്തരായനത്തിലേക്ക്, ആർട്ടിക്കിലേക്ക്. 10-13,000 കിലോമീറ്റർ ആ പക്ഷി സഞ്ചരിക്കുന്നു. അത് ആർട്ടിക്കിൽ ചെന്ന് മുട്ടയിടുന്നു. മുട്ടയിട്ട് കഴിഞ്ഞ് ആ പക്ഷി അന്റാർട്ടിക്കയിലേക്ക് തിരിക്കുന്നു. അവിടെ കിടന്ന് കുഞ്ഞുങ്ങൾ വിരിയുന്നു. ആ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ജന്മസ്ഥലത്തേക്ക് തിരിക്കുകയാണ്.
ആരാണ് ഈ ദിശാബോധം നൽകിയത്? സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ. അല്ലാഹു പറയുകയാണ്, സബ്ബിഹ്, നീ അല്ലാഹുവിനെ വാഴ്ത്തണം. ഇസ്മ റബ്ബികൽ അഅ്ലാ, നിന്റെ അത്യുന്നതനായ റബ്ബിന്റെ നാമത്തെ നീ തസ്ബീഹ് ചൊല്ലണം, നീ വാഴ്ത്തണം, പ്രകീർത്തിക്കണം. അല്ലദീ ഖലഖ, അവനാണ് സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. ഫസവ്വാ, അതിന്റെ സൃഷ്ടിപ്പ് ഭംഗിയാക്കി. ഫഹദാ, ഉപജീവനം തേടാനുള്ള മാർഗവും അല്ലാഹു അതിന് വ്യക്തമാക്കി കൊടുത്തു. എല്ലാ വസ്തുക്കൾക്കും ഫുഡ് നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ പരമേൽപ്പിക്കുക. എന്താ അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൂടെ? എന്താ? പടച്ചവൻ പരമേൽപ്പിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, നാം പരമേൽപ്പിക്കുന്നത് നമ്മുടെ വിസയാണ് നമുക്ക് ജോലി തരുന്നത്, ഷാർജയിലുള്ള മോനാണ് ഡ്രാഫ്റ്റ് അയച്ചു തരുന്നത്, നമ്മുടെ കടയാണ് നമ്മുടെ ജീവിതം പൂരിപ്പിക്കുന്നത്, നമ്മുടെ ഉദ്യോഗമാണ്, നമ്മുടെ സാലറിയാണ്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ആശങ്കകളാണ്, അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ്. അള്ളാഹു ആണോ തരുന്നത് അതോ ജോലിയാണോ? അതുകൊണ്ട് എല്ലാം നമുക്ക് മാറ്റാം, അള്ളാഹുവിനെ മുറുകെ പിടിക്കാം. അള്ളാഹുവിനെ മുറുകെ പിടിക്കാം. ഒരു കവി പാടി, അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ യുഹയ്യ ലകൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രീ. അലൈക, നീ മുറുകെ പിടിച്ചോ, ബിതഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ സൂക്ഷ്മത, ഭക്തി നീ മുറുകെ പിടിച്ചോ. യുഹയ്യ ലകൽ അർസാഖു, നിനക്കല്ലാഹു ഭക്ഷണം എളുപ്പമാക്കി തരും, നിനക്കല്ലാഹു സമ്പത്ത് എളുപ്പമാക്കി തരും. മിൻ ഹൈസു ലാ തദ്രീ, നീ വിചാരിക്കാത്ത പാകത്തിലൂടെ. വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി, ഈ ഭക്ഷണം മനുഷ്യന്റെ കയ്യിലേക്ക്, ഈ സമ്പത്തും ഫുഡും ഭക്ഷണവും മനുഷ്യന്റെ കയ്യിലേക്ക് കഴിവുകൊണ്ടാണ് വന്നു ചേർന്നിരുന്നതെങ്കിൽ ലമാ അകലൽ ഉസ്ഫൂറു ശൈഅൻ മഅൻ നസ്രി, ഒരു കുരുവി പരുന്തിന്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. ഒരു പരുന്തിന് കിട്ടിയ എര, അതിന് കിട്ടിയ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഒരു കുരുവിയും ഭക്ഷിക്കുന്നത് അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നതിന്റെ തെളിവ്. അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാട്ടിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നില്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, സാഫിറു, നിങ്ങൾ സഫർ പൊക്കോ, തുർസഖു, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കപ്പെടും, ഭക്ഷണം കിട്ടും. നാട്ടിൽ നിന്ന് പല കച്ചവടവും ചെയ്തിട്ട് രക്ഷയില്ല. ആയിരങ്ങൾ ലക്ഷങ്ങൾ തൊലച്ചു. മുത്തുനബി എന്തു പറഞ്ഞു? പ്രവാചകന്റെ ഒരു ചെറിയ ഹദീസ് 3-4 ദിവസമായി വാള് കേൾക്കുന്നു. എത്ര ഹദീസ് നമ്മൾ കാണാതെ പഠിച്ചു? ഒറ്റ ഹദീസെങ്കിലും പഠിച്ചോ? നബി തിരുമേനി പറഞ്ഞു, സാഫിറു തുർസഖു, നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ, മനനം ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഹദീസ്. മുത്തുനബി പറഞ്ഞു, സാഫിറു, നിങ്ങൾ സഫർ പൊക്കോളീൻ. തുർസഖു, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തരും, ഫുഡ് തരും. ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് കേട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഇപ്പം പാസ്പോർട്ടൊക്കെ എടുത്ത് പറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ മീശ മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ 9ാം ക്ലാസ്സിൽ എത്തുന്നത് സമയത്ത് തന്നെ പാസ്പോർട്ട് എടുക്കും. അപ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ട്, കരി കൊണ്ട് മീശ വരയ്ക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്ര സാഹസപ്പെടുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് കിട്ടാൻ താമസം, മീശയില്ലാത്തത് കൊണ്ട്. അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ മക്കൾക്ക് നന്നായി പഠിക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, ഓരോ വർഷവും ഗൾഫിൽ വിസിറ്റിങ്ങിന് പോകുന്ന ഒരു വ്യക്തി, വിനീത വ്യക്തിയാണ് ഞാൻ. 5-6 വർഷമായിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്, പാവപ്പെട്ട ഈ സമുദായത്തിലെ അംഗങ്ങൾ, പ്രവാസികളായ നമ്മുടെ സമുദായം, ചെറിയ ജോലികൾ ഒരുപാട് ശാരീരിക അധ്വാനത്തിലൂടെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താ കാരണം? അവർക്കൊരു ട്രേഡ്, അവർക്കൊരു വിദ്യാഭ്യാസം, ഒരു യോഗ്യത അവർക്കില്ല. എന്നാൽ സഹോദര സമുദായത്തിൽപ്പെട്ടപ്പോൾ, ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്, ക്രൈസ്തവ സമുദായമൊക്കെ
വലിയ ശമ്പളം വാങ്ങിച്ചു, വലിയ ജോലിയിൽ ഉദ്യോഗത്തിലാണ് ഗൾഫിലൊക്കെ. എന്താ കാരണം? അവർ വിദ്യാസമ്പന്നരാണ്. എനിക്ക് പറയാനുള്ളത് ഈ സമുദായത്തോട്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരോട്, നിങ്ങൾ പഠിക്കുക. ചുരുങ്ങിയത് ഡിഗ്രി വരെയെങ്കിലും പഠിക്കുക. ഡിഗ്രി വരെയെങ്കിലും പഠിച്ചിട്ട് ഗൾഫിലേക്ക് ചെന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിദഗ്ധ തൊഴിലുകളാണ്. ഇനി പഠിക്കാൻ സാധിച്ചില്ലേ, അല്ലാഹു തആല പടച്ചവൻ സിയാക്കത്തെങ്കിലും ഒരു സ്റ്റിയറിംഗ് എങ്കിലും പിടിക്കാനുള്ള ഒരു അറിവ് അല്ലാഹു നൽകട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറെങ്കിലും അല്ലാഹു ആക്കട്ടെ. എന്താ 1500 ദിർഹം, 10-12,000 രൂപ ശമ്പളം, അക്കോമഡേഷൻ, താമസിക്കാൻ വീട്, ഫുഡ്, ഒരു നല്ല ജോലിയാണ്. അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല. എന്താ കാരണം? നമ്മുടെ രക്ഷിതാക്കൾ ഗൾഫിലാണ്, പണം അയച്ചു കൊടുക്കും. സമ്പത്തിനൊരു കുറവുമില്ല, പഠിക്കാനുള്ള വസ്തുവകകൾ, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല? എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? പഠിച്ചാൽ അത് നേട്ടമാണ്. ഈ അടുത്ത് ഗൾഫിൽ ഉണ്ടായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു ചെറിയ തമാശ. ദുബായ് പട്ടണത്തിൽ വെച്ച് 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. റോഡ് പെട്ടെന്ന് ബ്ലോക്കായി. പോലീസ് വന്നു. അവിടെ പോലീസിന് ഷുർത്താന്നാ പറയുക. ഈ സദസ്സിൽ ഗൾഫുകാർ കാണുമല്ലോ അല്ലേ? ഇവിടുന്ന് ഗൾഫുകാർ ഒരുപാട് പേരില്ലേ പുറത്തൊക്കെ? അള്ളാഹു മുഴുവൻ പ്രവാസികൾക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ തുച്ഛമായ ശമ്പളത്തിൽ, വേതനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. റോഡ് ബ്ലോക്കായി. ഷുർത്ത വന്നു, പോലീസ് വന്ന് 2 ഡ്രൈവർമാരോട് മാറി മാറി ചോദിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ പറ്റിയാ പറയുന്നത്. പോലീസുകാർ മാറി മാറി ചോദിച്ചു 2 ഡ്രൈവർമാരോടും ആരുടെ ഭാഗത്താണ് കുഴപ്പം സംഭവിച്ചത്. അപ്പോൾ ഒരു ഡ്രൈവർ മലയാളിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന കസീർ പിപിപി ഹുവ മാഫി പിപിപി ബാദൈൻ തും എന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 6 മാസമേ ആയിട്ടുള്ളൂ അദ്ദേഹം വിസ എടുത്ത് ഗൾഫിലെത്തിയിട്ട്. പക്ഷെ മലയാളിയാണ്. മലയാളി എപ്പോഴും പിടിച്ചു നിൽക്കുന്നവനാണ്. അന കസീർ പിപിപി ഹുവ മാഫി പിപിപി ബാദൈൻ തും. ഞാൻ ഒരുപാട് ഓണടിച്ചു, അവൻ ഓണടിച്ചില്ല, ഞങ്ങളുടെ വാഹനം കൂട്ടിയിടിച്ചു. നമ്മൾ ഈ അറബി എവിടെയെങ്കിലും ഓതിയിട്ടുണ്ടോ? അന കസീർ പിപിപി ഹുവ മാഫി പിപിപി ബാദൈൻ തും. നമ്മൾ ഓതി പഠിച്ച കിതാബിലെ അറബി അല്ല, ഗൾഫിലെ അറബി. പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ വാഹനം എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. മറ്റേ ഡ്രൈവർ ബംഗാളിയാ. ബംഗാളിക്ക് ഒരു സ്വഭാവമുണ്ട്, 20 കൊല്ലം ഗൾഫിൽ നിന്നാലും ശരി സ്വന്തം ഭാഷയല്ലാതെ ഒരു ഭാഷയും ബംഗാളി പഠിക്കൂല. പക്ഷെ മലയാളി അങ്ങനെയല്ല. മലയാളിക്കൊരു പ്രത്യേക കഴിവല്ല കൊടുത്തിട്ടുണ്ട്. മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ മലയാളിയുടെ മുറുക്കാങ്കട ഉണ്ടായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? കാക്കകളില്ലാത്ത നാട് ഞാൻ കണ്ടിട്ടുണ്ട്, കാക്കാമാരില്ലാത്ത നാട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഗൾഫിൽ ചെന്നാൽ ഏത് സ്റ്റെയർ കേസ് എടുത്താലും കോണിക്കൂട് അത് മലയാളിയുടെ ഒരു ചെറിയ ഒരു കഫ്റ്റീരിയ അല്ലെങ്കിൽ ഒരു മുറുക്കാങ്കടയാണ്. ജീവിതത്തോട് തോറ്റുകൊടുക്കരുത്. അള്ളാഹു ഹലാലായ എല്ലാ സമ്പാദ്യ മാർഗങ്ങളും സ്വീകരിക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു സ്റ്റെയർ കേസ് എങ്കിലും, അള്ളാഹുവെ, നിന്റെ സ്വർഗത്തിൽ ഒരു കോണിക്കൂടെങ്കിലും ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണമേ. ആമീൻ. വിശാലമായ അതിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറാനുള്ള അമലുകൾ നമ്മുടെ കയ്യിലില്ല. അള്ളാഹു തആല പടച്ചവൻ ഒരു സ്റ്റെയർ കേസ് എങ്കിലും സ്വർഗത്തിൽ തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, പഠിക്കും. അള്ളാഹു തആല പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ ഞാൻ ഫുജൈറയിൽ ചെന്നപ്പോൾ അവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ് വലിയ വെജിറ്റബിൾ മാർക്കറ്റാണ്. അവിടെ ഒരു അറബി പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നു. വന്നപ്പോൾ പച്ചക്കറികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. മലയാളിയാണ് അവിടുത്തെ സെയിൽസ്മാൻ. അപ്പോൾ നമ്മുടെ നാടൻ ചേമ്പില്ലേ, ഇവിടെ ചേമ്പുണ്ടോ? ഇത് അത്തോളിയല്ലേ? ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഇഷ്ടം പോലെ ചേമ്പുണ്ട്, ഇവിടെ ചേമ്പില്ല അല്ലേ? ഉണ്ടോ? ഉണ്ടെന്നാണോ പറഞ്ഞത്? അപ്പോൾ ചേമ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അറബിക്ക് ഇത് മനസ്സിലായില്ല. അറബി ഒരു കഷ്ണം ചേമ്പെടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. മലയാളി സെയിൽസ്മാനോട് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. മലയാളിക്ക് ഇത്
ഇതിൻ്റെ അറബി മലയാളിക്കും അറിയില്ല. കാരണം ചേമ്പെന്നെങ്ങാനും പറഞ്ഞാൽ ഇടി കിട്ടുമെന്ന് സംശയം. മലയാളി എന്ത് ചെയ്തു? അവിടെ നിന്ന് വട്ടം കറങ്ങാതെ പറഞ്ഞു ഷുഊംബ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കിയാൽ ചേമ്പിൻ്റെ അറബി ഷുഊംബെന്ന് കാണാൻ പറ്റൂല. ഉണ്ടോ സക്കാഫി? ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ, വിദ്യാഭ്യാസം കൂടി ഉണ്ടെങ്കിൽ മലയാളികളെ കടത്തിവെട്ടാൻ ലോകത്താർക്കും സാധിക്കുകയില്ല. എന്താ ഇൻഷാ അല്ലാഹ് 4 അക്ഷരം പഠിക്കുവോ? ഞാനത് പറഞ്ഞെന്തിനാ? നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ എല്ലാ മാർഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇമാം മാവർദി തങ്ങൾ പറയുന്നു, അസ്ലുൽ മക്കാസിബ്, ധനോപാധി അഥവാ മനുഷ്യന്റെ സമ്പാദ്യ ഉപാദ്യ വസ്തുക്കൾ ഏതൊക്കെയാണ്? അസ്ലുൽ മക്കാസിബ്, അവന്റെ സാമ്പത്തിക ഉപാധികൾ എന്ന് പറയുന്നത് ഒന്ന് അത്തിജാറ, കച്ചവടമാണ്. മറ്റൊന്ന് ഫാം, സറാ, ഇൻഡസ്ട്രി, വ്യവസായം. മറ്റൊന്ന് കൃഷി, അല്ലേ? ഇതിൽ നമുക്ക് നമ്മുടെ ഇമാം, നമ്മുടെ മദ്ഹബിൽ ഏതാണ് ശ്രേഷ്ഠമായത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാം ഈ 3 മാർഗവും നമുക്ക് കാണിച്ചു തന്നു. ഹലാലായ എല്ലാ തൊഴിലും ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഒരിക്കൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു മനുഷ്യൻ വന്ന് സലാം പറഞ്ഞു. പ്രവാചകന്റെ കൈ പിടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കൈത്തണ്ട ശ്രദ്ധിച്ചു. അധ്വാനത്തിന്റെ പാടുകൾ, തഴമ്പുകൾ. മഹാനായ മുത്തുനബി ചോദിച്ചു, എന്താണ് ഈ കയ്യിൽ കാണുന്ന തഴമ്പുകൾ, പാടുകൾ? ആ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, പാറ പൊട്ടിക്കുന്നതിന്റെ തഴമ്പാൻ. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ ആ തഴമ്പുകളിൽ, ആ പാടുകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ആരും ഒരു ഭക്ഷണവും ഭക്ഷിച്ചിട്ടില്ല ഏറ്റവും രുചികരമായ ഭക്ഷണം സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ളതാണ്. മാ അകല അഹദുൻ തആമൻ ഖത്തു, ആരും ഒരു ഭക്ഷണവും ഭക്ഷിച്ചിട്ടില്ല ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച വിശിഷ്ടമായ ഒരു ഭക്ഷണവും ഒരാളും ഭക്ഷിച്ചിട്ടില്ല. അത് കഞ്ഞിയായാലും ചമ്മന്തി ആയാലും അതിനാണ് ടേസ്റ്റ് കൂടുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കൽ ഒരു യുവ സഹാബി മുത്തുനബിയുടെ സദസ്സിൽ വന്നുകൊണ്ട് യാചിച്ചു, അള്ളാഹുവിന്റെ ഹബീബേ, എന്തെങ്കിലും തരണം. മഹാനായ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? അമാഫി ബൈതിക ഷൈഉൻ, നിന്റെ വീട്ടിൽ വല്ലതുമുണ്ടോ? അപ്പോൾ ആ സഹാബി പറഞ്ഞു, അൻസാരിയായ സഹാബി പറഞ്ഞു, ഹിൽസുൻ, ഒരു പുതപ്പുണ്ട്. നബ്സുതു ബഅലഹു, അതിന്റെ ചില ഭാഗം കൊണ്ട് ഞങ്ങൾ വിരിക്കും, ചില ഭാഗം കൊണ്ട് ഞങ്ങൾ ധരിക്കും. വകഅബുൻ, ഒരു കോപ്പയുമുണ്ട്, ഒരു പുതപ്പുമുണ്ട്, ഒരു കപ്പുമുണ്ട് നബിയെ. അപ്പോൾ മഹാനായ പ്രവാചകൻ ആ സഹാബിയോട് പറഞ്ഞു, രണ്ടും കൊണ്ടുവരിക. ആ സഹാബി വീട്ടിൽ ചെന്ന് പുതപ്പും കപ്പും കൊണ്ടുവന്നു. നബി തിരുമേനി കയ്യിൽ പിടിച്ചു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, മയ്യശ്തരി ഹാദൈൻ, ആർക്കെങ്കിലും ഈ 2 സാധനങ്ങളും ആരെങ്കിലും വാങ്ങാൻ തയ്യാറുണ്ടോ? ഒരു സഹാബി പറഞ്ഞു, അശ്തരീഹിമാ ബിദിർഹം, ഞാൻ ഈ പുതപ്പും കപ്പും ഒരു വെള്ളി നാണയത്തിന് വാങ്ങിച്ചോളാം, എടുത്തോളാം നബിയെ. മഹാനായ പ്രവാചകൻ ചോദിച്ചു, മയ്യസീദു അലാ ദിർഹം, മയ്യസീദു അലാ ദിർഹം, മയ്യസീദു അലാ ദിർഹം. 3 പ്രാവശ്യം നബി ചോദിച്ചു, ഒരു ദിർഹമിനേക്കാൾ കൂടുതൽ തന്നെടുക്കാൻ ആരുണ്ട്? ലേലം വിളിക്കുന്നതിന്റെ തെളിവ് ഈ ഹദീസ. നമ്മളൊക്കെ വാളിന്റെ സദസ്സിൽ ലേലം വിളിക്കില്ലേ? കാശ് കിട്ടാൻ വേണ്ടി ചെലവിനൊക്കെ. ഇവിടെ ലേലമൊന്നും ഇല്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ സ്വഭാവം ഞാൻ പഠിച്ചിട്ടില്ല. ലേലം ഉണ്ടല്ലേ? ഉണ്ട്. പണ്ട് ഞങ്ങളൊക്കെ ഒരു പാക്കറ്റ് ഈത്തപ്പഴം പൊട്ടിക്കും. ഓരോ ഈത്തപ്പഴം ഓരോ ഫാത്തിഹ ഓതി മന്ത്രിച്ച് കൊടുക്കും. രാത്രി 2-3 മണിയൊക്കെ ആവും. ഇപ്പൊ പാതിരാ പ്രസംഗമൊക്കെ മാറി. ഇപ്പൊ 7 മണിക്ക് 7:30 മണിക്ക് തുടങ്ങും, അല്ലേ? അൽഹംദുലില്ലാ, പ്രസംഗകന് റാഹത്ത്, എല്ലാവർക്കും റാഹത്ത്, എല്ലാവർക്കും പോയി കിടന്നുറങ്ങാം, സുബഹി നിസ്കരിക്കാം. സുബഹി നിസ്കാരം ഉണ്ടാകാനാണ് മൗലവി വന്ന് വാള് പറയുന്നത്. വാള് പറഞ്ഞ് നാട്ടിലും നാട്ടുകാർക്കും സുബഹിയില്ല.
ഞാൻ അതുകൊണ്ട് വേളൂർ വെസ്റ്റ് ജമാഅത്തിനെ പ്രശംസിക്കുകയാണ്. ഈ സമയത്ത് വാള് വെച്ചതിന്, ഈ സമയത്ത് ഈ ഉത്ബോധന ക്ലാസ് വെച്ചതിൽ ഞാൻ പ്രശംസിക്കുകയാണ് ഇമാമിനെയും സംഘാടകരെയും. നമ്മുടെ എല്ലാ മതപ്രസംഗ വേദികളും നേരത്തെ ആവണം. നബി തിരുമേനി ചോദിച്ചപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അശ്തരീഹിമാ ബിദിർഹമൈൻ, ഈ പുതപ്പും ഈ കപ്പും 2 ദിർഹമിന് ഞാൻ വാങ്ങിച്ചോളാം. ഒരു സഹാബി പറഞ്ഞു, 2 വെള്ളി നാണയത്തിന് ഞാൻ ഈ പുതപ്പും ഈ കപ്പും വാങ്ങിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് ആ പുതപ്പും ആ കപ്പും കൊടുത്തു. ആ പുതപ്പും ആ കപ്പും കൊടുത്തിട്ട് 2 ദിർഹം, 2 വെള്ളി നാണയം നബി കയ്യിലെടുത്തു. എന്നിട്ട് തൻ്റെ മുന്നിൽ വന്ന് യാചിച്ച യുവകോമളനായ അൻസാരിയായ സഹാബി, യങ്മാൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, നബിയോട് വന്ന് വല്ലതും തരണേ എന്ന് കൈനീട്ടിയ ആ ചെറുപ്പക്കാരനോട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തരി ബിഹി തആമ, 1 ദിർഹം കൊണ്ട് അങ്ങാടിയിൽ ചെന്ന്, മാർക്കറ്റിൽ ചെന്ന് ഭക്ഷണം വാങ്ങിച്ച് കുടുംബത്തിന് കൊടുക്ക്. ഇനി 1 ദിർഹം ബാക്കിയുണ്ട്. വഷ്തരി ബിഹി ഖദൂമ, മഹാനായ മുത്തുനബി അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയുള്ള 1 ദിർഹമിന് ഒരു മഴു വാങ്ങിച്ചു കൊണ്ടുവരിക. ആ സഹാബി മാർക്കറ്റിൽ ചെന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അവശേഷിക്കുന്ന ദിർഹമിന് കോടാലി വാങ്ങിച്ചു, മഴു വാങ്ങിച്ചു. ഇവിടെ എന്താണ് പറയുക? രണ്ടും പറയൂ അല്ലേ? അപ്പൊ നമ്മൾ ഒരുപോലെയാണല്ലോ, കോഴിക്കോട് ജില്ലയും കോട്ടയം ജില്ലയും അല്ലേ? പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ കൈയുണ്ടാവാറില്ല. നോക്കൂ, ഹദീസിൽ മഹാനായ മുത്തുനബി തന്നെ ഫശദ്ദ ഫീഹി ഊദാ, ആ മഴുവിന് കൈയിട്ട് കൊടുത്തു, ആ കോടാലിക്ക് കൈയിട്ട് കൊടുത്തു. എന്നിട്ട് ആ കോടാലി പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഫഹ്തതിബ്, നീ പോകണം കാട്ടിലേക്ക്, വിറക് വെട്ടണം. വലാ അറയന്നക 15 അയ്യാം, 15 ദിവസം നീ കണ്ടുപോകരുത്, എൻ്റെ മുന്നിലേക്ക് വരരുത്. 15 ദിവസം നീ ചെന്ന് കാട്ടിൽ ചെന്ന് വിറക് വെട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതില് കൈയിട്ട് മുറുക്കി കോടാലിയാക്കി കൊടുത്തിട്ട് പറഞ്ഞു പോവാൻ പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് കാട്ടിൽ ചെന്ന് വിറക് വെട്ടി ആ വിറകെല്ലാം വിറ്റ് അദ്ദേഹം ഇലാ ഹളറത്ത് റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്നു. പ്രവാചകൻ ചോദിച്ചു, എന്ത് സമ്പാദിച്ചു? ആ സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 10 ദറാഹിമ, 10 ദിർഹം. ഞാൻ ഇന്ന് 10 ദിർഹമിന് മുതലാളിയാണ്. എന്തെങ്കിലും തരണേ എന്ന് കൈനീട്ടി വന്ന സഹാബി 10-15 ദിവസം കാട്ടിൽ ചെന്ന് വിറക് ശേഖരിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റപ്പോ കിട്ടിയത് 10 ദിർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രകാശിച്ചു. നബി തിരുമേനി പറഞ്ഞു, ഹാദാ ഖൈറുൽ ലക മിൻ അൻ തജീഅ വൽ മസ്അലതു നുക്തതുൻ ഫീ വജ്ഹിക്. ഹാദാ ഖൈറുൽ ലക, നിനക്കിതാണ് കരണീയം, ഉത്തമം. വൽ മസ്അലതു നുക്തതുൻ ഫീ വജ്ഹിക യൗമൽ ഖിയാമ, നാളെ പരലോകത്തിൽ നീ കൈനീട്ടിയത് മുഖേന, നീ എരഞ്ഞത് മുഖേന, യാചിച്ചത് മുഖേന, നിന്റെ ചോദ്യം മുഖേന മുഖം മുഴുവനും കറുത്ത പാടുകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ, നാളെ പരലോകത്തിൽ നീ വരുമ്പോൾ നിന്റെ മുഖത്ത് മുഴുവനും കൈനീട്ടിയത് യാചിച്ചതിന്റെ പാടുകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ അധ്വാനിക്കലാണ് ഖൈറെന്ന് നബിയുനാ റസൂലുള്ളാഹി. അധ്വാനം ഇബാദത്താണ്. കണ്ടില്ലേ? അല്ലാഹു തആല പടച്ചവൻ അധ്വാനിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. അധ്വാനിക്കുമ്പോൾ ദാരിദ്ര്യം മാറിപ്പോവും. മനുഷ്യന് അല്ലാഹു തആല നൈസർഗികമായി കൊടുത്ത ഒരു ഗുണമാണ് സമ്പത്തിനോടുള്ള താല്പര്യം. സുഹൃത്തുക്കളെ, അതില്ലെങ്കിൽ മനുഷ്യൻ സമ്പാദിക്കൂല. ജന്മന, പ്രകൃതിയ, തബഈയായിട്ട് അല്ലാഹു തആല ഒരു പ്രത്യേക ഗുണം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഗുണം? സമ്പാദിക്കുക, സമ്പാദ്യത്തോട് തൃഷ്ണ, ആഗ്രഹം. ഖുർആനിൽ കാണാം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തന്റെ നാഥനോട് നന്ദി കെട്ടവനാണ് മനുഷ്യൻ. വഇന്നഹു അലാ ദാലിക,
നന്ദി കെട്ടവനാണെന്ന് മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലെ ഷഹീദ് സാക്ഷി നിൽക്കുന്നു. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്നു. മനുഷ്യൻ സമ്പത്തിനോടുള്ള ഷദീദ് അത്യാർത്തിയുള്ളവനാണ്. ഖുർആൻ സമ്പത്തിന് ഖൈറെന്നും ഫളലെന്നും പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈർ, മനുഷ്യൻ സമ്പത്തിനോടുള്ള ഷദീദ് അതിയായ തൃഷ്ണയുള്ളവനാണ്, ആർത്തിയുള്ളവനാണ് അള്ളാഹു പറഞ്ഞു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് ഈ ആശയം വ്യക്തമാക്കി കൊടുത്തു. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുറബ്ബഅ. മഹാനായ നബി തിരുമേനി ചതുരത്തിൽ ഒരു വര വരച്ചു. ചതുരത്തിൽ ഒരു വര. എന്നിട്ട് വഖത്ത, നബി തിരുമേനി അതിന്റെ നടുവിൽ ഖത്ത ഖത്തൻ ഫിൽ വസ്തി ഖാരിജൻ മിൻഹു, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ ഒരു വര വരച്ചു. വഖത്ത ഖുതതൻ സിഗാറൻ ഇലാ ഹാദല്ലദീ ഫിൽ വസ്ത്, നടുവിലെ വരയിലേക്ക് വരുന്ന രൂപത്തിൽ കുറെ കൊച്ചു വരകൾ വരച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ല, സഹാബത്തിന് ഒരു ആശയം വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് സഹാബാക്കളോട് റളിയല്ലാഹു അൻഹും അജ്മഈൻ നബി തിരുമേനി പറഞ്ഞു, ഈ ചതുരത്തിലുള്ള വര, ഞാൻ ഈ ചതുരത്തിൽ വരച്ച വരയുണ്ടല്ലോ, ഇത് മനുഷ്യന്റെ ആയുസ്സാണ്. ഹാദാ അജലുഹു, 60ന്റെയും 70ന്റെയും ഇടയിലുള്ള ആയുസ്സാണിത്. നടുക്കൂടി പോകുന്ന വരയുണ്ടല്ലോ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വര, ഹാദാ അമലുഹു, ഇത് മനുഷ്യന്റെ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. മരണത്തെയും അതിജയിക്കുന്ന, മരിച്ചാലും തീരാത്ത ആഗ്രഹങ്ങളുടെ ഉടമസ്ഥനാണ് മനുഷ്യൻ. അവന്റെ ആഗ്രഹങ്ങളാണിത്. ഈ കൊച്ചു കൊച്ചു വരകൾ അൽ-അറാദു വൽ ബലായ, മുത്തുനബി പറയുകയാണ്, ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളും രോഗങ്ങളും കെടുതികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമാണ്. കണ്ടില്ലേ മനുഷ്യന്റെ ആഗ്രഹം? അവൻ 60 വർഷം 70 വയസ്സ് ജീവിച്ചാലും ശരി, അവന്റെ ആഗ്രഹം തീരുകയില്ല. മറ്റൊരു ഹദീസിൽ മുത്തുനബി പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ, മനുഷ്യന് സ്വർണത്തിന്റെ 2 പർവ്വതങ്ങൾ കൊടുത്താൽ, സ്വർണത്തിന്റെ 2 മലകൾ മനുഷ്യന് കൊടുത്താൽ, ലബ്തഗാ സാലിസ, മൂന്നാമതൊരു മല കൂടി മനുഷ്യൻ ആഗ്രഹിക്കും. വലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്, മനുഷ്യന്റെ ഉദരം, മനുഷ്യന്റെ ഉള്ള് നിറയുകയില്ല മണ്ണുകൊണ്ടല്ലാതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണത്തിന്റെ 2 മല കൊടുത്താൽ മനുഷ്യൻ മൂന്നാമതൊന്ന് ആഗ്രഹിക്കും. മുത്തുനബി പറഞ്ഞു, സ്വർണത്തിന്റെ 2 മല മനുഷ്യൻ അല്ലാഹു കൊടുത്താൽ ലബ്തഗാ സാലിസ, മൂന്നാമതൊന്നവൻ ആഗ്രഹിക്കും. മനുഷ്യന്റെ ആഗ്രഹം തീരുകയില്ല. വലാ യംലഉ ജൗഫ ബിനി ആദം, മനുഷ്യന്റെ ഉദരം നിറയ്ക്കുകയില്ല ഇല്ല തുറാബ്, മണ്ണല്ലാതെ. മണ്ണിന് മാത്രമേ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പൂരിപ്പിക്കാൻ കഴിയൂ. എന്താണത്? മഹാനായ സൂഫി ചക്രവാളത്തിലെ പ്രോജ്വല താരം തഴവ ഉസ്താദ് പാടി, ആഖിറത്തിന്റെ ചിന്തകൾ നമുക്ക് തന്നുകൊണ്ട് തഴവ ഉസ്താദ് പാടി മവാഹിബുൽ ലദുനിയ ജലിയായിൽ അല്ലേ? എന്താ ഉസ്താദ് പാടിയത്? ഖബറന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 അക്ഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. 6 അടി നീളം 2.5 അടി വീതിയുള്ള ഇടുങ്ങിയ സെൽ. ആ കബറിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹങ്ങൾ തീരും. മണ്ണുകൊണ്ട് വയറ് നിറയുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തആല പടച്ചവൻ അവന്റെ പരീക്ഷണങ്ങൾ നമ്മളെല്ലാം സലാമത്താക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ഇസ്ലാം സമ്പാദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നല്ല മാർഗത്തിൽ ചെലവഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, വിഷയത്തിലേക്ക് വരികയാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങളെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കും, 5 രൂപത്തിൽ പരീക്ഷിക്കും.
വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ ഭയം കൊണ്ടും ഭീതി കൊണ്ടും പട്ടിണി കൊണ്ടും പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കും. വൽ അൻഫുസ്, ശാരീരിക നഷ്ടം കൊണ്ടും പരീക്ഷിക്കും. വസ്സമറാത്ത്, കാർഷിക വിളകളുടെ വിലയിടിച്ചുകൊണ്ടും പരീക്ഷിക്കും. 5 പരീക്ഷണം ജീവിതത്തിലുണ്ടാവും. ഈ 5 പരീക്ഷണങ്ങളും ജീവിതത്തിലുണ്ടായ ഒരു പ്രവാചകനാണ് മഹാനായ സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. നമ്മുടെ സഹോദരിമാർക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരോടൊരിക്കലും നീതി പുലർത്തിയവരാവുകയില്ല. എപ്പോഴും ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചു. ഈ 3 രൂപത്തിലും സാമ്പത്തികമായ പരീക്ഷണം, ശാരീരികമായ പരീക്ഷണം എല്ലാം അയ്യൂബ് നബിക്കുണ്ടായി. ധാരാളം സ്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. ഒരുപാട് ആട് മാടുകൾ, ഒരുപാട് സമ്പത്ത് അനന്തരമായി കിട്ടിയ പ്രവാചകൻ. ഒരുപാട് വർഷം സുഖസുഷുപ്തിയിൽ ജീവിച്ചു, സുഖലോലുപതയിൽ ജീവിച്ചു. ഒരു ദിവസം അയ്യൂബ് നബിയുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ വരികയാണ്. സ്വന്തം ശരീരത്തിലുണ്ടായ പരീക്ഷണം, വലിയ ഒരു രോഗം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു. അയ്യൂബ് നബി അലൈഹിസ്സലാം. ഏതായിരുന്നു ആ രോഗം? ചിലരൊക്കെ പറയാറുണ്ട് ജുദാം. ഒരിക്കലും പ്രവാചകന്മാർക്ക് വരുന്ന രോഗമല്ല ജുദാം, വരാൻ പാടില്ല. കുഷ്ഠം പ്രവാചകന്മാർക്ക് വരാൻ പാടില്ല. സഹോദരന്മാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വന്ന രോഗം അവിടത്തെ അസ്ഥിയും എല്ലും ഞരമ്പും മാത്രം അവശേഷിക്കെ മാംസങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു പ്രത്യേക അസുഖമായിരുന്നു. അല്ലാഹു തആല അവസാനം ഹൃദയവും നാവും ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളിലും ആ രോഗം കടന്നുകൂടി. സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. അയ്യൂബ് നബിയുടെ മക്കളെല്ലാം മരണപ്പെട്ടു. വീട് ഇടിഞ്ഞു വീണ് മക്കളെല്ലാം മരണപ്പെട്ടു. അവസാനം രോഗാതുരനായി മാറിയ അയ്യൂബ് അലൈഹിസ്സലാമിനെ നാട്ടുകാരും കുടുംബക്കാരും ബഹിഷ്കരിച്ചു. അയ്യൂബ് നബിയുടെ കൂട്ടത്തിൽ ഉറച്ചു നിന്നത് റഹ്മ എന്ന ഏക പത്നി മാത്രമാണ്. റഹ്മ, അയ്യൂബ് നബിയുടെ ഭാര്യ, അയ്യൂബ് നബിയുടെ കൂട്ടത്തിൽ ഉറച്ചു നിന്നു. ക്ഷാമത്തിലും ക്ഷേമത്തിലും ഉറച്ചു നിൽക്കുന്ന പെണ്ണാണ് യഥാർത്ഥ ഭാര്യ. അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ ഭാര്യമാരെയും നമ്മോടൊപ്പം ക്ഷാമത്തിലും ക്ഷേമത്തിലും ഉറച്ചു നിൽക്കുന്ന പെണ്ണായി അള്ളാഹു കബൂലാക്കട്ടെ. മഹദി റഹ്മ ഒരു ദിവസം അയ്യൂബ് നബിയോട് പറയുകയാണ്, അയ്യൂബേ അലൈഹിസ്സലാം, താങ്കൾ അള്ളാഹുവിന്റെ നബിയല്ലേ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? എത്രയോ കാലമായി കഷ്ടപ്പെടുന്നു, ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു, അള്ളാഹുവിനോട് കൈനീട്ടുക. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് കൈനീട്ടി. സൂറത്തു സ്വാദിൽ അല്ലാഹു പറയുന്നു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർർ വഅൻത അർഹമുർ റാഹിമീൻ. വഅയ്യൂബ, അയ്യൂബിനെ നീ സ്മരിക്കണം. ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് അള്ളാഹുവിനോട് വിളിച്ചു, പ്രാർത്ഥിച്ചു. അന്നീ മസ്സനിയൽ ളുർറു, അല്ലാഹുവേ ഇതാ എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നിരിക്കുന്നു. വഅൻത അർഹമുർ റാഹിമീൻ, നീ കാരുണികനിൽ കരുണാനിധിയാണ് റബ്ബേ. അയ്യൂബ് നബി ദുആരന്നു. ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർ. മറ്റൊരു സൂറത്തിൽ അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ് എന്ന് കാണാം. അന്നീ മസ്സനിയൽ ളുർ, അല്ലാഹുവേ എനിക്കിതാ പ്രയാസങ്ങൾ വന്നിരിക്കുന്നു, നീ കരുണാനിധിയാണ്, കാരുണികനിൽ കരുണാനിധിയാണ് റബ്ബേ. അല്ലാഹു അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടു, സ്വീകരിച്ചു. അല്ലാഹു പറയുകയാണ്, ഫസ്തജബ്നാ ലഹു, നാം അയ്യൂബിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ളുർ
وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അയ്യൂബിന്റെ പ്രാർത്ഥനയ്ക്ക് നാം മറുപടി കൊടുത്തു. ഫകശഫ്ന, നാം അയ്യൂബ് നബിയുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു, നാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, അവരെപ്പോലെ വീണ്ടും മക്കളെ നാം പ്രദാനം ചെയ്തു. റഹ്മതം മിൻ ഇൻദിനാ, നമ്മുടെ പ്രത്യേകമായ കരുണയാണത്. വദിക്റാ ലിൽ ആബിദീൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഗുണപാഠമാണ് ഈ ചരിത്രം. മക്കളെല്ലാം മരണപ്പെട്ടു. ആ മക്കളെ അല്ലാഹു തആല വീണ്ടും ജീവിപ്പിച്ചു എന്നും റഹ്മയ്ക്ക് അല്ലാഹു തആല യൗവനം കൊടുത്ത് അവർ വീണ്ടും മക്കളെ പ്രസവിച്ചു എന്നും മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. 26 മക്കൾ വീണ്ടും ആ കുടുംബത്തിൽ. സുഹൃത്തുക്കളെ, ആഹ്ലാദം അണവട്ടി ഒഴുകുകയാണ്. അല്ലാഹു തആല മക്കളെ തിരിച്ചു കൊടുത്തു. അയ്യൂബ് നബിയുടെ അസുഖം അല്ലാഹു മാറ്റുകയാണ്. നാട്ടുകാര് ബഹിഷ്കരിച്ച അയ്യൂബ്, വീട്ടുകാര് ബഹിഷ്കരിച്ച അയ്യൂബ് അതാ പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്ത് ചെന്ന് താമസിക്കുകയാണ്. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. എല്ലാ ദിവസവും ഭാര്യ ചെന്ന് അധ്വാനിച്ച് ജോലി ചെയ്താണ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമന് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ മലഞ്ചരിവിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം അല്ലാഹുവിന്റെ സന്ദേശം വരുന്നു. അയ്യൂബ്, വഖുദ് ബിയദിക ലിഗ്സൻ ഫളിരിബ് ബിഹി, അല്ലാഹുവിന്റെ സന്ദേശം വരികയാണ്. ഉർകുൽ ബിരിജ്ലിക ഹാദാ മുതസലും ബാരിദുൻ വശറാബ്. സൂറത്തു സ്വാദിൽ അല്ലാഹു പറഞ്ഞു, അയ്യൂബ് എഴുന്നേറ്റ് കാലുകൊണ്ട് ഭൂമിയിൽ അടിക്കൂ. ഉർകുൽ ബിരിജ്ലിക, അവിടത്തെ കാലുകൊണ്ട് ഭൂമിയിലേക്ക് അടിക്കണം. അയ്യൂബ് നബി എഴുന്നേറ്റു നിന്നു. അല്ലാഹു പറഞ്ഞതുപോലെ ആ കാലുകൊണ്ട് മണ്ണിൽ അടിച്ചു. അതാ ഒരു ശുദ്ധജലസരിത്ത്, ഒരു ജലധാര പൊട്ടി ഒഴുകുകയാണ്. ഹാദാ മുതസലും ബാരിദുൻ വശറാബ്, ഒന്ന് കുടിക്കാനുള്ളതാണ്, ഒന്ന് കുളിക്കാനുമുള്ളതാണ്. 40 അടി മുന്നോട്ട് വെച്ചു. ഒന്നുകൂടി മണ്ണിൽ മുട്ടി. ഭൂമിയിൽ കാലുകൊണ്ട് തട്ടിയപ്പോൾ വീണ്ടും ഒരു ഉറവ, ഒരു ജലധാര പൊട്ടി ഒഴുകുകയാണ്. അല്ലാഹു പറയുന്നു, ഹാദാ മുതസലും ബാരിദുൻ വശറാബ്. അയ്യൂബ്, ഈ ജലധാര, ഈ നീരുറവ കുളിക്കാനുള്ളതാണ്, തണുത്തതാണ്, കുടിക്കാനും പാനം ചെയ്യാനുമുള്ളതാണ്. മഹാന്മാര് പറയുന്നു, മുഫസ്സിറുകൾ പറയുന്നു, 2 ഉറവകൾ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് തണുത്ത വെള്ളം, മറ്റൊന്ന് ചൂടുവെള്ളം. അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു വെള്ളം കുടിച്ചു, ഒരു വെള്ളം കൊണ്ട് കുളിച്ചു. അകവും പുറവും ശുദ്ധമായി, രോഗങ്ങൾ നീങ്ങി. അല്ലാഹു തആല അയ്യൂബ് നബിയുടെ എല്ലാ അസുഖങ്ങളും മാറ്റി, എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുത്തു. ആരോഗ്യം വീണ്ടെടുത്തു. അതാ തന്റെ പ്രിയപ്പെട്ട മക്കളും തിരിച്ചു വന്നു. ഇനി അയ്യൂബ് നബി ധനികനാകണം, പഴയതുപോലെ മുതലാളിയാവണം. അതിനുള്ള മാർഗങ്ങളും ആവിഷ്കരിക്കുകയാണ്. മഹാനായ മുത്തുനബി പറയുകയാണ്, ഒരിക്കൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അംതറല്ലാഹു അലൈഹി ജറാദം മിൻ ലഹബിൻ, സ്വർണത്തിന്റെ വെട്ടുകിളികൾ അല്ലാഹു അയ്യൂബ് നബിക്ക് മഴയായി വർഷിച്ചു കൊടുത്തു. സ്വർണത്തിന്റെ ജറാദ് വെട്ടുകിളികൾ, പാറ്റകൾ പോലെ. ഈ പച്ചില കുതിരയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ കോട്ടയത്തൊക്കെ ഒരു വിശ്വാസമുണ്ട്, പച്ചിലക്കുതിര വീട്ടിൽ വന്ന പെണ്ണുങ്ങൾ പറയും നാളെ ഭർത്താവിന് കാശ് കിട്ടും. ഇവിടെ പച്ചിലക്കുതിരയുണ്ടോ? ചെറിയ എന്താ പറയാ അതിന്, പച്ച പയ്യ് അല്ലേ? ഇവിടെ അങ്ങനെ വിശ്വാസമുണ്ടോ? പച്ചപ്പയ്യ് വീട്ടിൽ വന്നാൽ ക്യാഷ് വരുമെന്നൊരു വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഉണ്ടോ? മനസ്സിലായില്ലേ? ജറാദ് ഒരു തരം വെട്ടുകിളിയാണ്. അത്
അതിൻ്റെ സ്വർണം ഗോൾഡൻ, സ്വർണ്ണ നിർമ്മിതമാണ്. അതെവിടെന്നാ വന്നത്? അള്ളാഹു തആല മഴയായിട്ട് വർഷിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി നോക്കിയപ്പോ സ്വർണത്തിന്റെ വെട്ടുകിളി. അയ്യൂബ് നബി അലൈഹിസ്സലാം അതെല്ലാം വാരിക്കൂട്ടി തന്റെ വസ്ത്രത്തിലാക്കുകയാണ്. അള്ളാഹു ചോദിച്ചു, അമാ തശ്ബഉ യാ അയ്യൂബ്, അയ്യൂബേ അലൈഹിസ്സലാം വയറു നിറഞ്ഞോ? അമാ തശ്ബഉ യാ അയ്യൂബ്, നിറഞ്ഞോ? ആഗ്രഹം സാധിച്ചോ? വയറു നിറഞ്ഞോ അയ്യൂബ്? അയ്യൂബ് നബി പറയുകയാണ്, വമൻ യശ്ബഉ മിർ റഹ്മതിക, നിന്റെ കരുണ കിട്ടിയാൽ ആർക്കാണ് വയറു നിറയുക റബ്ബേ? അയ്യൂബ് നബി അലൈഹിസ്സലാം വാരി വാരി കൂട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 6.5 കുടം 7 ആക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കും. അയ്യൂബ് നബി അതിനെ വാരി വാരി കൂട്ടി. ധനികനായി, മുതലാളിയായി, സ്വർണത്തിന്റെ വെട്ടുകിളിയ അല്ലേ? ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിക്കാതിരിക്കുക? പടച്ചോ നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ അധ്വാനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദാരിദ്ര്യമെല്ലാം മാറി അള്ളാഹു തആല അയ്യൂബ് നബിക്ക് സമ്പത്തും നിഅമത്തും കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അയ്യൂബ് വഖുദ് ബിയദിക ലഗ്സൻ ഫളരിബ് ബിഹി വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അള്ളാഹു പറയുകയാണ്, അയ്യൂബേ, അവിടെ നിന്നൊരു സത്യം ചെയ്തിരുന്നു, ഭാര്യയെ 100 വട്ടം പ്രഹരിക്കുമെന്ന്, അടിക്കുമെന്ന്. ആ സത്യത്തിന് ലംഘനം വരുത്തരുത്, അതുകൂടി നടപ്പിലാക്കണം. ഭാര്യയ്ക്ക് 100 അടി അടിക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാം സത്യം ചെയ്യാൻ പല കാരണങ്ങളും പറയപ്പെട്ടതിൽ ഒന്ന്, ഒരു ദിവസം പ്രാന്തപ്രദേശത്ത് ചേരിയിൽ ഇങ്ങനെ താമസിക്കുക, ജനങ്ങളാൽ ബഹിഷ്കൃതനായി അയ്യൂബ് നബി അലൈഹിസ്സലാം ഒറ്റപ്പെട്ട് കഴിയുക. ഭാര്യ പോകും, രാവിലെ ചെന്ന് ജോലി ചെയ്ത് കിട്ടുന്ന വിഭവങ്ങളുമായി ഭർത്താവിൻ്റെ അടുക്കൽ, അയ്യൂബ് നബിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം സന്ധ്യ മയങ്ങിയിട്ടും ഭാര്യയെ കാണുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം സത്യം ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്നിതാണ്. നേരം വളരെ വൈകി. ഒരു ദിവസം അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മ വരികയാണ്. എന്താണ് നീ വൈകിയതെന്ന് ചോദിച്ചപ്പോ, ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡോക്ടർ രോഗികളെ ശുശ്രൂഷിക്കുന്നു, ധാരാളം രോഗികൾ കൂടി നിൽപ്പുണ്ട്. ഞാനും ആ ക്യൂവിൽ നിന്നു. അങ്ങയുടെ അസുഖത്തെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, പ്രതിഫലമൊന്നും ആവശ്യമില്ല, ഏത് രോഗവും മാറ്റിത്തരാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അന്ത ശഫൈതനി, നീയാണ് സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ മതി. അയ്യൂബ് നബിയുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു സംശയം, റഹ്മയ്ക്ക് എന്തോ ഒരു സംശയം. പ്രതിഫലം വാങ്ങാതെ ഡോക്ടർ പറയുന്നു, വിശകരൻ പറയുന്നു, നീ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി. രോഗം സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ് അല്ലേ? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, സൂറത്തു ശുഅറ. ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ രോഗിയായാൽ അള്ളാഹു എൻ്റെ രോഗം മാറ്റുന്നു. അപ്പോൾ എന്തോ സംശയം തോന്നി. അങ്ങനെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നതാണ്. ഉടനെ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പെണ്ണെ വൈഹക്കി ഇന്നമാ ദാലിക ശൈത്താൻ, അത് പിശാചായിരുന്നു. പല കാരണങ്ങളും പറയപ്പെടുന്നു. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു ദിവസം അയ്യൂബ് നബിയുടെ ഭാര്യ ജോലിക്ക് പോയിട്ട് ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ അയ്യൂബ് നബിയുടെ ഭാര്യ, സുന്ദരിയായ അയ്യൂബ് നബിയുടെ ഭാര്യ, അവിടത്തെ കാർക്കൂന്തൽ, അവിടത്തെ മുടിയുണ്ടല്ലോ, അത് 7 മുടഞ്ഞിട്ടിരുന്നു. ഓരോ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി ആ മുടഞ്ഞ മുടിയുണ്ടല്ലോ അത് ഛേദിച്ച് നാട്ടിലെ പൗരപ്രധാനികളുടെ പെൺമക്കൾക്ക് വിറ്റു എന്ന് ചരിത്രത്തിൽ കാണാം, തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. 7 മുടി, അയ്യൂബ് നബിയുടെ ഭാര്യയുടെ മുടി 7 മുടഞ്ഞിട്ടിരുന്നു. ആ ഓരോ മുടിയും ഓരോ ദിവസം അതിനെ മുണ്ടനം ചെയ്താണ്, അത് വിറ്റിട്ടാണ് അയ്യൂബ് നബിക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. ഒരു ഭർത്താവിനോടുള്ള ഐക്യദാർഢ്യം. ആ പ്രത്യേക സാഹചര്യത്തിലും ഭർത്താവിന് സ്നേഹം കൊടുത്തിരുന്ന അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മ. അല്ലാഹു തആല പടച്ചവൻ നമ്മുടെ സഹോദരിമാരെല്ലാം ഈ രൂപത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ക്ഷാമത്തിലും ക്ഷേമത്തിലും ഒക്കെ സ്നേഹിക്കാൻ അള്ളാഹു ഭാര്യമാർക്ക് തൗഫീഖ് നൽകട്ടെ. സുഖദുഃഖ സമ്മിശ്രമാണ് സുഹൃത്തുക്കളെ. ഈ ഡിമാൻഡുകളെക്കാളൊക്കെ
ഇതൊക്കെ പരിഗണിക്കപ്പെടാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബജീവിതം വിജയിക്കുന്നത് ഫളുഫറു ബിദാത്തിദ്ദീൻ, ആദർശനിഷ്ഠയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോഴാണ്. വല അമത്തുൻ ഖർമാഉ സൗദാഉ ലാതു ദീനിൻ അഫ്ളലു, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞു, വല അമത്തുൻ ഖർമാഉ സൗദാഉ, കയ്യും കാലും മുറിക്കപ്പെട്ട ഒരു പെണ്ണ്, രണ്ട് കയ്യുമില്ല രണ്ട് കാലുമില്ല, കറുത്ത ഒരു മാംസകഷ്ണം. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ട് കൈയും രണ്ട് കാലുമുണ്ട്, സുന്ദരിയാണ്, പക്ഷെ ദീനില്ലാത്ത പെണ്ണിനേക്കാൾ ദീനുള്ള കൈകാലുകൾ മുറിക്കപ്പെട്ട ഈ മാംസളമായ ഈ കഷ്ണം, ഈ പെണ്ണാണ് കുടുംബജീവിതത്തിൽ സന്തോഷം തരുന്നത്. തെരഞ്ഞെടുത്തോ? ഇന്നിപ്പോ ദീനൊന്നുമില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്, അല്ലേ? അല്ലാഹു തആല അയ്യൂബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അയ്യൂബ്, താങ്കളുടെ ഭാര്യയെ 100 വട്ടം അടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ, ആ പ്രതിജ്ഞ ലംഘിക്കേണ്ടതില്ല. വഖുദ് ബിയദിക ലഗ്സാ, ഒരു കെട്ട് പുല്ലെടുക്കണം, 100 എണ്ണമുള്ള ചെറിയ പുല്ല്. വഖുദ് ബിയദിക ലഗ്സൻ ഫളരിബി, ഭാര്യയെ അതുകൊണ്ടൊരു വട്ടം അടിച്ചാൽ മതി. 100 എണ്ണമുള്ള ചെറിയ പുല്ലിന്റെ കെട്ടെടുത്തിട്ട് അതുകൊണ്ട് ഭാര്യയെ ഒന്ന് അടിക്കണം. വലാ തഹ്നസ്, താങ്കൾ സത്യത്തിന് ലംഘനം വരുത്തേണ്ടതില്ല. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാം 100 ചെറിയ ഇളം പുല്ല് എടുത്തിട്ട് കെട്ടാക്കി ഭാര്യയെ ഒന്ന് അടിച്ചു. 100 പ്രാവശ്യം അടിക്കൂന്നല്ലേ സത്യം ചെയ്തത്. അല്ലാഹു തആല അതിന് പരിഹാരം കൊടുത്തു. സഹോദരന്മാരെ, അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ ഹാപ്പി, സന്തോഷം തിരിച്ചു വരികയാണ്. സമ്പത്ത് തിരിച്ചു വന്നു, ആരോഗ്യം തിരിച്ചു വന്നു, അതുപോലെ മക്കളും കുടുംബവും എല്ലാം തിരിച്ചു വന്നു. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം നീണ്ട 18 വർഷം രോഗത്തിൽ കിടന്നു, ക്ഷമിച്ചു. അല്ലാഹു പറയുകയാണ്, ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാഹു സാബിറാ, നാം അയ്യൂബിനെ കണ്ടെത്തി ക്ഷമിക്കുന്നവനായിട്ട്. നിഅമൽ അബ്ദു, നല്ല ദാസൻ, നല്ലവനാണ്. ഇന്നഹു അവ്വാബ്, വളരെയധികം ഖേദിച്ചു മടങ്ങുന്നവനാണ് അയ്യൂബ് അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ ക്ഷമയുടെ പര്യായം എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രവാചകനാണ് സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. സഹോദരന്മാരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാരിദ്ര്യവും രോഗവും ക്യാൻസറും എയ്ഡ്സും അല്ലാഹു കാക്കട്ടെ, ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ കൈകാലുകൾ ചതറിപ്പോകും, പടച്ചവൻ കാക്കട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ഒരു അപകടം? ഹെൽമറ്റ് ധരിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ അതാ തന്റെ 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ലോറി വന്നിടിക്കുന്നു. ആ ലോറി തന്നെ ഹെൽമറ്റിന്റെ മുകളിലൂടെ കയറിയിറങ്ങുന്നു. അല്ലാഹു കാക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ വരാം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ബാദിറൂ ബിസ്സദഖ, നിങ്ങൾ സദഖ കൂടുതൽ ചെയ്തോളീൻ. സദഖ നിങ്ങൾ കൂടുതൽ ചെയ്തോളീൻ, വേഗത്തിൽ ചെയ്തോളീൻ. ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹാ, ആപത്ത് സദഖയെ മുൻകടക്കുകയില്ല, ഓവർടേക്ക് ചെയ്യുകയില്ല. ഖാല റസൂലുള്ളാഹി, നിങ്ങൾ സദഖ കൂടുതൽ ചെയ്തോളീൻ. എന്താ സദഖ ചെയ്യാന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ സാമ്പത്തികമായി സഹായിക്കലാണ്. മനസ്സിലാക്കണം. അല്ലാഹു തആല പടച്ചവൻ പരസ്പരം സഹായിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് വിഷമമുണ്ട്, എൻ്റെ വിഷമം മാറ്റുക. നിങ്ങൾക്ക് വിഷമമുണ്ട്, ഒരാൾക്ക് ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. കുടിനീര് ചോദിക്കുന്നവന് തടയരുത്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറഞ്ഞു, തടയപ്പെടാത്ത 3 കാര്യം, ആര് ചോദിച്ചാലും തടയാൻ പാടില്ലാത്ത 3 കാര്യം. ഒന്ന് ശുദ്ധജലമാണ്, മറ്റൊന്ന് ഉപ്പ്, മറ്റൊന്ന് തീയിൽ. ഇത് 3ഉം തടയരുത്. അപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വെള്ളത്തിന്റെ, ശുദ്ധജലത്തിന്റെ പ്രസക്തി ഞങ്ങൾക്കറിയാം, അതാർക്കും തടയപ്പെടരുത്. പക്ഷേ ഈ ഉപ്പിന്റെയും തീയുടെയും രഹസ്യം? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആരെങ്കിലും ഉപ്പ് വായ്പ കൊടുത്താൽ
ഉപ്പ് കൊടുത്താൽ ആ ഉപ്പ് ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി അത് മുഴുവനും സദഖ ചെയ്ത പ്രതിഫലം ആ ഉപ്പ് കൊടുത്ത വ്യക്തിക്ക്, സഹോദരിക്ക് കിട്ടും. നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ തീയില്ല, ഒരിത്തിരി തീക്ക് വന്നു, വായ്പയ്ക്ക് വന്നു. തീ കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ആ തീ ചേർത്ത് ഭക്ഷണം പാചകം ചെയ്ത് അത് മുഴുവനും സദഖ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരന്മാരെ, സദഖ ചെയ്തോളീൻ. ജീവിതത്തിൽ സദഖയും ദുആയും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആപത്തുകൾ ജീവിതത്തിൽ വരാതെ അള്ളാഹു കാക്കും. എത്ര കഠിനമായ പരീക്ഷണം ജീവിതത്തിൽ വന്നാലും ക്ഷമിക്കാൻ അള്ളാഹു നബിയോട് പറഞ്ഞു, അങ്ങയുടെ സമുദായത്തോട് പറയണം, ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത നൽകണം നബിയേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം, ബഹുമാനപ്പെട്ട അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലലി ഇബ്നു അബ്ബാസ്, മദീനയുടെ പ്രാന്ത പ്രദേശത്തു കൂടി നടന്നു പോകുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതാ അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്നah, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് അതാഇനോട് പറയുകയാണ്, അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കാണിച്ചു തന്നാലും ആരാണ് ആ സ്ത്രീ? അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ആ നടന്നു പോകുന്ന കറുത്ത സ്ത്രീയാണ്. ആ സ്ത്രീ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ദുനിയാവിൽ വെച്ച് കാണുന്നത് സൗഭാഗ്യമാണ്. അതാ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ആരാണ് ആ സ്ത്രീ രത്നം? ഹാദിഹിൽ മർഅത്തു സൗദാ, ആ പോകുന്ന സ്ത്രീയാണ്, കറുത്ത സ്ത്രീയാണ്. എന്താണ് സംഭവം? അതാ റളിയല്ലാഹുവിന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ദിവസം അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്ത്രീ ഒരിക്കൽ പ്രവാചകന്റെ തിരുഹലറത്തിൽ വന്നു. നബിയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉസ്റഉ വ ഇന്നി അതകശഫു, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നി ഉസ്റഉ, എനിക്ക് അപസ്മാര രോഗമുണ്ടാവാറുണ്ട്, എനിക്ക് അപസ്മാര രോഗമുണ്ടാവാറുണ്ട്. ഞാൻ ആ സമയത്ത് താഴെ വീണ് ഉരുളും നബിയേ. വ ഇന്നി അതകശഫു, എന്റെ നഗ്നത വെളിവാകാറുണ്ട്. അപസ്മാരമുണ്ടായി താഴെ വീഴുമ്പോൾ എന്റെ നഗ്നത വെളിവാകാറുണ്ട് റസൂലേ. നബിയേ ഫദുല്ലാഹ്, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയേ, ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആ സ്ത്രീ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, എനിക്ക് അപസ്മാരമുണ്ടായി, ഞാൻ താഴെ വീഴും, അപ്പോൾ എൻ്റെ നഗ്നത ഔറത്ത് വെളിവാകും, അങ്ങ് എനിക്ക് ദുആ ചെയ്യണം എൻ്റെ അസുഖം മാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയോട് ചോദിക്കുകയാണ്, ആ സ്ത്രീയോട് പറയുകയാണ്, ഇൻ ശിഅ്തി സബർതി ഫലകി അൽ ജന്ന, പെണ്ണേ, ഒന്നുകിൽ നിനക്ക് ക്ഷമിക്കാം, നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ശിഅ്തി, അല്ലെങ്കിൽ ദഅഉതുല്ലാഹ അൻ യുആഫിയകി, നിന്റെ രോഗം വിട്ടുമാറാൻ ആഫിയത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ഏതാണ് നിനക്ക് വേണ്ടത്? ഏതാണ് നിനക്ക് വേണ്ടത്? ഒന്നുകിൽ ഞാൻ പ്രാർത്ഥിക്കാം, നിന്റെ അസുഖം മാറും, അല്ലെങ്കിൽ നീ ക്ഷമിക്കുക, നിനക്ക് സ്വർഗമുണ്ട്, നീ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ മുത്തുനബിയോട് പറയുകയാണ്, അസ്ബിറു യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗമാണ് വേണ്ടത് നബിയേ. അപസ്മാരമുള്ള ആ സഹോദരി നബിയോട് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി നബിയേ. എന്നിട്ട് ആ സ്ത്രീ, ആ കറുത്ത സ്ത്രീ മുത്തുനബിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, വ ഇന്നി അതകശഫു, ഞാൻ അപസ്മാരമുണ്ടായി നിലത്ത് കിടന്ന് ഉരുളുമ്പോൾ എന്റെ നഗ്നത വെളിവാകാറുണ്ട്. വ ഇന്നി അതകശഫു ഫദഉല്ലാഹ അല്ലാ അതകശഫ, എന്റെ നഗ്നത വെളിവാകാതിരിക്കാൻ അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം നബിയേ. ഫദആലഹ, മുത്തുനബി ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സ്ത്രീയുടെ നഗ്നത വെളിവായിട്ടില്ല. ചരിത്രം പഠിപ്പിക്കുകയാണ്, അല്ലാഹു പടച്ചവൻ ജീവിതത്തിൽ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ.
ഖുർആൻ പറയുകയാണ് ഫബശ്ശിരിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത നൽകണം. ആരാണ് സാബിരീങ്ങൾ, ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ഒരു മുസീബത്ത് വരുമ്പോൾ, ഒരു പരീക്ഷണം വരുമ്പോൾ, ആഫത്ത് വരുമ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ ഇസ്തിർജാ പറയും, അല്ലാഹുവിലേക്ക് മടങ്ങും. ഇന്നാ ലില്ലാഹ്, തീർച്ചയായിട്ടും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി, അല്ലാഹുവിലേക്ക് ഞങ്ങൾ റാജിഊൻ, മടങ്ങിപ്പോവേണ്ടവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ ഒരു മുസീബത്ത്, ഒരു ആഫത്ത്, പരീക്ഷണം വരുമ്പോ അവർ പറയും, അവരാണ് ക്ഷമാശീലർ, അവർക്കാണ് സ്വർഗം. പരിശുദ്ധ ഖുർആൻ ഇന്നാ ലില്ലാഹി. ചില സ്ഥലത്തൊക്കെ മരിച്ചാൽ മാത്രമേ ഇത് പറയാറുള്ളൂ, അല്ലേ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചാൽ ആദ്യം ആ പള്ളിയിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും, ഇന്നയാൾ മരണപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ മഹലിൻ്റെ ജുമാ മസ്ജിദിൻ്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്, അതിൽ എഴുതി വയ്ക്കും ഇന്നയാൾ വയസ്സ്. ഇവിടത്തെ രീതി എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇവിടെ എങ്ങനെയാ? ഇന്നാലില്ലാ ഉറക്ക മൈക്കിലൂടെ പറയാറുണ്ടോ? പൊതുവെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മരിച്ചാൽ മാത്രം പറയാനുള്ള ഒരു ദിക്റാണെന്നാണ് സമൂഹം ധരിച്ചിരിക്കുന്നത്. അല്ല. ഒരിക്കൽ ആരംഭപ്പൂ ആയിഷ ബീവി എല്ലാം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് നബിയുടെ വിളക്ക് കെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഫസ്തർജഅ, നബി തിരുമേനി ഇസ്തിർജാ പറഞ്ഞു. ഈ ദുആയ്ക്ക് പറയുന്ന പേരാണ് ഇസ്തിർജാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇസ്തിർജാ. അപ്പോ മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഇന്നമാ ഹാദാ മിസ്ബാഹ്, നബിയെ ഇതൊരു വിളക്കല്ലേ, ഒരു വിളക്ക് കെട്ടതിന് അങ്ങ് ഇന്നാ ലില്ലാഹി പറയുകയാണോ? അപ്പോൾ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുമാ സാഅൽ മുസ്ലിമ ഫഹുവ മുസീബത്തുൻ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണവും മുസീബത്താണ്. എല്ലാ ആഫത്തും എല്ലാ ബുദ്ധിമുട്ടും അത് മുസീബത്താണ്. മുസീബത്ത് വന്നാൽ അവർ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പൊ കരണ്ട് പോയി, വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയി, നമ്മൾ ആദ്യം എന്താ പറയണ്ടേ? ഇസ്തിർജാ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജി. അല്ല, നാട്ടിലെ പ്രായമുള്ള ഒരാൾ മരിച്ചാൽ മാത്രം പറയാനുള്ളതാണോ ഇസ്തിർജാ? ആണോ? അല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ പറയും, അവർക്കാണ് സ്വർഗമെന്ന് പറയൂ നബിയേ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. അവർ ഇസ്തിർജാ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അള്ളാഹു 5 രൂപത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ വിഭാഗത്തിൽ ക്ഷമിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ നമുക്ക് മുന്നോട്ട് വെക്കുന്ന പരിഹാരം അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ഒന്നാമത്തെ പരിഹാരം ക്ഷമയാണ്, രണ്ടാമത്തെ പരിഹാരം നമസ്കാരമാണ്. ഒരു മുഅ്മിൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ആദ്യമായി സബുർ, ക്ഷമിക്കുക, രണ്ടാമത്തേത് നമസ്കരിക്കുക. ഹദീസിൽ കാണാം, ഇദാ ഹസബഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും മുഖ്യമായ പ്രശ്നമുണ്ടായാൽ അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കാരത്തിലേക്ക് തിരിയും. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുമായിരുന്നു. അല്ലാഹു തആല ക്ഷമിക്കാനും നമസ്കാരത്തിലൂടെ സഹായം തേടാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ പരിശുദ്ധ വചനങ്ങൾ, ആഫത്തും മുസീബത്തും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ വചനങ്ങൾ മുസ്ലിമിന് കരുത്തു നൽകുന്നു. ഖുർആനിൽ കാണാം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, അവരുടെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അലാ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുന്നത് ദിക്ർ കൊണ്ട് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിവ് കിട്ടുന്നത് ദിക്ർ കൊണ്ടാണ്. അല്ലാഹു തആല ദിക്ർ മുറുകെ പിടിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, എല്ലാ ബുദ്ധിമുട്ടും അല്ലാഹു മാറ്റിക്കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മനക്ലേശവും അല്ലാഹു മാറ്റിക്കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തുകൂടി അല്ലാഹു അവന് നിഅമത്ത് കൊടുക്കും. ഒരിക്കൽ മഹാനായ ഹസൻ ബസരി, താബിഈങ്ങളിൽ പ്രമുഖനാണ് ഹസൻ ബസരി, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള സദസ്സ്. ഹസൻ ബസരി റഹ്മഹുല്ലാഹുടെ മുമ്പിൽ 3 പേര് വന്നുകൊണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദെ, ബഹുമാനപ്പെട്ട തങ്ങളെ, ഹസൻ ബസരി തങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ ശുദ്ധജല ദൗർലഭ്യം നേരിടുകയാണ്, മഴയില്ല, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഹസൻ ബസരി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചോളീൻ. വീണ്ടും മറ്റൊരാള് വന്നുകൊണ്ട് ഹസൻ ബസരി തങ്ങളോട് പറയുകയാണ്, തങ്ങളെ, വിവാഹിതനായിട്ട് ഒരുപാട് വർഷങ്ങളായി, ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ല, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചോളീൻ. വീണ്ടും മറ്റൊരാള് വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, ഹസൻ ബസരി തങ്ങളെ, പല കച്ചവടങ്ങളും ചെയ്തു, നിഅമത്തുണ്ടാകുന്നില്ല, എന്താണ് സമ്പത്തുണ്ടാകാൻ, നിഅമത്തുണ്ടാകാനുള്ള മാർഗം? അപ്പോഴും ഹസൻ ബസരി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചോളീൻ. അപ്പോൾ ശിഷ്യന്മാർ ഹസൻ ബസരി തങ്ങളോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ 3 പേര് വന്നു, 3 കൂട്ടരും 3 അസുഖമാണ് പറഞ്ഞത്, അവർക്ക് നിർദ്ദേശിച്ചത് ഒരു മെഡിസിനാണല്ലോ, ഇസ്തിഗ്ഫാർ എന്ന മെഡിസിനാണല്ലോ താങ്കൾ കൊടുത്തത്, എന്താണ് അതിൻ്റെ ന്യായം എന്ന് ചോദിച്ചു. അപ്പോൾ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അമാ ഖറഅതും സൂറത്ത് നൂഹ്, നിങ്ങൾ നൂഹ് അധ്യായം ഓതിയിട്ടില്ലേ? സൂറത്ത് നൂഹിൽ ഈ 3 രോഗത്തിനും ഒരേ മെഡിസിനാണ് അള്ളാഹു തന്നിരിക്കുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ജനങ്ങളെ ക്ഷണിച്ചു. സഹോദരന്മാരെ, നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, അവൻ ഗഫാറാണ്, പൊറുക്കുന്നവനാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചോളീൻ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശലോകത്ത് നിന്നും മഴ അല്ലാഹു നിങ്ങൾക്ക് കുത്തിച്ചൊരിഞ്ഞു തരും, നല്ല മഴ അല്ലാഹു പ്രദാനം ചെയ്യും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അതിന് വേണ്ടത് ഇസ്തിഗ്ഫാർ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് മദദ് തരും. പടച്ചവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്ത് കൊണ്ട് സന്തോഷം തരും. വബനീൻ, കുടുംബ ജീവിതത്തിൽ മക്കളെ കൊണ്ട് അല്ലാഹു സന്തോഷിപ്പിക്കും. ആര് ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുന്നോ, വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, അല്ലാഹു നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ നൽകും, ഗ്രീനറി, സസ്യശ്യാമളത, ഫലഭൂയിഷ്ഠത. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങളുടെ സമുദ്രങ്ങളും നദികളും കരകവിഞ്ഞൊഴുകും. അല്ലാഹു സൂറത്ത് നൂഹിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മഹാനായ ഹസൻ ബസരി ശിഷ്യഗണങ്ങളോട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഒരു നാട്ടിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ആ നാട്ടിൽ ധാരാളം മഴ പെയ്യും. അല്ലാഹു തആല ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ കുടുംബജീവിതത്തിൽ മക്കൾ, ഇതെല്ലാം ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ ഹസൻ ബസരി ആ വന്ന 3 പേരോടും മറുപടി പറയുകയുണ്ടായി. ദിക്ർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ.
സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വരാൻ മറ്റൊരു മാർഗമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് നമുക്ക് നൽകിയത്. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മഹാനായ മുത്തുനബി പറഞ്ഞു, ഹൗക്കലത്ത് ലാ ഹൗല എന്ന ദിക്ർ 99 രോഗത്തിന് മെഡിസിനാണ്. 99 രോഗത്തിന് മെഡിസിനാണ്, മരുന്നാണ്. ഐസറുഹൽ ഹമ്മു, അതിൽ ഏറ്റവും ചെറിയ രോഗം മനക്ലേശമാണ്. 99 രോഗത്തിന് മരുന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഹൗക്കലത്ത് എന്നാണ് ഇതിന് പറയുക. 99 രോഗം, അതിൽ ഏറ്റവും ചെറിയ രോഗം മനക്ലേശമാണ്. ഒരാൾക്ക് എപ്പോഴാണ് മനക്ലേശം വരിക? ഒരാൾക്ക് എപ്പോഴാണ് മനക്ലേശം വരിക? പോക്കറ്റിൽ കാശില്ലാതെയാവുമ്പോഴാണ്, അല്ലേ? അപ്പോൾ പോക്കറ്റ് നിറച്ച് കാശ് വേണ്ടേ? ഞാൻ ഒരു ദിവസം 100 രൂപയില്ലാതെ വിഷമിക്കുക. ഞാൻ പെട്ടെന്ന് ഓർത്തു, എന്താണ് ഒരു പോം വഴി? പൈസ ഒന്നുമില്ലല്ലോ. അപ്പോഴാണ് ഈ ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഒതു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചൊരു 100 ലാ ഹൗല ചൊല്ലി. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഗൾഫ് സുഹൃത്ത് എന്നെ കാണാൻ വന്നു. 500. എത്ര കിട്ടി? 500 രൂപ. ആരാണ് തന്നത്? മിൻ ഹൈസു ലാ തദ്രി. നീ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ, നീ വിചാരിക്കാത്ത ഭാഗത്തുകൂടി പോക്കറ്റിൽ കാശ് വരും. കവി പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ഹൗക്കലത്ത് വർദ്ധിപ്പിച്ചോളീൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളീൻ. 2 റക്അത്ത് നമസ്കാരം ഹാജത്ത് നിർവഹിച്ചിട്ട് വേണം അള്ളാഹുവിനോട് ചോദിക്കാൻ. അള്ളാഹു പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസ് 4 വരി പദ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് മവാഹിബുൽ ജലിയായിൽ പറയുന്നു, ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിത് നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. അത് രാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ കഴിക്കേണ്ടതാ. എന്താ രാവിലെയും വൈകിട്ടും കഴിക്കോ? ചവനപ്രാശമല്ല. ചവനപ്രാശം എന്ന് ഓർത്തിരിക്കുകയാണോ? ചവനപ്രാശമല്ല. ഹൗക്കലത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ചൊല്ലാനും ഒക്കെ ഉള്ളത് പറഞ്ഞു കൊടുത്താൽ വലിയ പാടാ, അല്ലേ? ചൊല്ലാനും ചെയ്യാനും ഒക്കെ ഉള്ള. അതുകൊണ്ടാണല്ലോ ഈ വാളിന്റെ സദസ്സിൽ യുവാക്കൾക്ക് വരാൻ മടി. എന്താ? ഏതെങ്കിലും വാള് കേട്ടെങ്ങാനും അടുത്ത സുബഹി മുതൽ തുടങ്ങേണ്ടി വരുമോ? അള്ളാഹു തആല പടച്ചവൻ നാളത്തെ സുബഹി മുതൽ ജീവിതത്തിൽ ആരംഭിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലേ? കഴിഞ്ഞ ദിവസം ആരെപ്പറ്റിയാണ് കേട്ടത്? കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആരുടെ മദ്ഹാണ്, അപദാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ, അല്ലേ? ആ പ്രവാചകനെ കുറിച്ച് പാടിയാൽ മാത്രം പോരാ, ആ നബിയെ പറ്റി പ്രശംസിച്ചാൽ മാത്രം പോരാ, ആ മുത്ത് കൊണ്ടുവന്ന സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നബിയെ ഡാനിഷ് പത്രം ഭീകരൻ എന്നാണ് ചിത്രീകരിച്ചത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രവാചകൻ. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ നബിയുടെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. റബീഉൽ അവ്വൽ മാസം പ്രവാചകന്റെ പേരിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ഇത്, ഒരു വേദിയല്ലേ. അതുകൊണ്ട് അദബ് കേടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം മുത്തിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുന്നു. നമ്മുടെ കുരുന്നുകൾ, കുട്ടികൾ അവരുടെ സാഹിത്യ മത്സരങ്ങളിൽ പോലും നബിയെ പറ്റി ഓതുന്ന ആയത്താണ് സൂറത്തുൽ അംബിയായിലെ ആയത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയെ അവിടുന്ന് വമാ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടില്ല സമസ്ത ലോകങ്ങൾക്കും റഹ്മത്തായിട്ടല്ലാതെ. സമസ്ത ലോകങ്ങൾക്കും റഹ്മത്താണ് താങ്കൾ, കരുണയാണ് താങ്കൾ. എങ്ങനെ പ്രവാചകൻ തീവ്രവാദിയാകും? എങ്ങനെ പ്രവാചകൻ തലപ്പാവിൽ ബോംബ് വെച്ച് കെട്ടുന്ന ഒരു ടെററിസ്റ്റാകും, ഒരു ഭീകരനാകും? നോക്കണം നിങ്ങൾ. ആസൂത്രിതമായ ഒരു നീക്കമാണ് ജലാൻ പോസ്റ്റൽ നടത്തിയത്.
യൂറോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിനെ ഗോണ്ടനാമോ തടവറയിൽ അനാദരിച്ചവരാണ് അമേരിക്കൻ പട്ടാളം. ഖുർആനിനെ നിന്ദിച്ചു, ഖുർആനിനെ അവരിട്ടത് ക്ലോസറ്റിലാണ്. ലോകത്തേതെങ്കിലും ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തിന്റെ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥത്തെ, വേദഗ്രന്ഥത്തെ അപമാനിച്ചിട്ടുണ്ടോ? അത് ചെയ്തത് വെള്ളപ്പട്ടാളമാണ്, അമേരിക്കൻ പട്ടാളമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ വേദഗ്രന്ഥം ഖുർആനിനെ ക്ലോസറ്റിലിട്ട് അപമാനിച്ചു. എവിടെ? ക്യൂബയുടെ തീരത്ത്. 520 തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന അൽ ഖായിദ. എന്താണ് അവരുടെ പേര്? അൽ ഖായിദ ബന്ധം ആരോപിച്ച് 520 യുവാക്കളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നു ഗോണ്ടനാമോ തടവറയിൽ. അവിടെ ഖുർആനിനെ ക്ലോസറ്റിലിട്ടു. നമസ്കാര തഴമ്പിന്റെ നേരെ മൂത്രമൊഴിച്ചു. നോക്കൂ നിങ്ങൾ, പാവപ്പെട്ട തടവുകാരെ വസ്ത്രമില്ലാതെ, നൂൽബന്ധമില്ലാതെ നഗ്നരായി നിർത്തിക്കൊണ്ട് വലിയ നായ്ക്കളെ കൊണ്ട് കടുപ്പിക്കുന്ന പ്രാകൃത സ്വഭാവം കാണിക്കുന്ന അമേരിക്കൻ പട്ടാളം ഇതാ യൂറോപ്പ് പ്രവാചകനെയും നിന്ദിച്ചിരിക്കുന്നു. എന്തിനാണിത്? സഹോദരന്മാരെ, പ്രവാചകനെ ആക്ഷേപിച്ചതിന്റെ പിന്നിൽ യൂറോപ്പ് എന്താഗ്രഹിച്ചോ അതിന്റെ നേരെ എതിരാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെൻമാർക്കിൽ ഒരു സയന്റിസ്റ്റ് ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞൻ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ചെയ്തത് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ യൂറോപ്പിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒരുപാട് വെബ്സൈറ്റുകൾ ഇസ്ലാമിനെ പഠിക്കാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്കിത് പറയുമ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒരു ഹദീസാണ് ഓർമ്മ വരുന്നത്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടു. അള്ളാഹുവിന്റെ റസൂൽ, എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബാറക്കല്ലാഹ്. സ്വതക്ക ചെയ്യൻ. അള്ളാഹു ആഫത്തുകളെല്ലാം തട്ടി പടച്ചവൻ മാറ്റിത്തരട്ടെ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി പറയുന്നതായി ഞാൻ കേട്ടു, ലയബ്ലുഗന്ന ഹാദൽ അംറു, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം അള്ളാഹു എത്തിക്കും. മാ ബലഗൽ ലൈലു വൻ നഹാർ, രാവും പകലും എത്തുന്ന സ്ഥലത്തൊക്കെ, രാവും പകലും അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം ദീൻ എത്തിച്ചേരും. പ്രവാചകൻ പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പ്. അള്ളാഹു ഒരു കുടിലും കൊട്ടാരവും ഉപേക്ഷിക്കുകയില്ല. അള്ളാഹു ഈ ദീനിന്റെ സന്ദേശം എത്തിച്ചിട്ടല്ലാതെ ഒരു കുടിലും ഒരു കൊട്ടാരവും അള്ളാഹു ഉപേക്ഷിക്കുകയില്ല. അവിടെയെല്ലാം ദീൻ എത്തിച്ചേരും. ആരാ ഇത് പറഞ്ഞത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭപ്പു മുഹമ്മദ് മുസ്തഫ. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിന്റെ ഈ വളർച്ചയ്ക്ക് 2 കാരണം നബി പറഞ്ഞു. ഒന്ന് ബിഇസ്സി അസീസിൻ ഔ ബിദില്ലി ദലീലിൻ. ഒന്ന് ഒരു മഹാന്റെ ഒരു ഇസ് അസീസ്, ഒരു മഹാന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. സുഹൃത്തുക്കളെ, ജലാൻസ് പോസ്റ്റൽ ഇവിടെ പ്രവാചകനെ നിന്ദിച്ചു. പക്ഷേ അത് അവസാനം യൂറോപ്പിന്, പാശ്ചാത്യൻ ലോകത്തിന് മൊത്തം അനുഗ്രഹമായി. എല്ലാ ജനങ്ങളും ചിന്തിക്കാൻ തുടങ്ങി, അന്ത്യപ്രവാചകൻ ഇത്രമാത്രം ക്രൂരനാണോ? എന്നാൽ ആ പ്രവാചകന്റെ വ്യക്തിത്വം ഒന്ന് പഠിക്കുക തന്നെ. വെബ്സൈറ്റുകൾ പരതുകയാണവർ. ഇസ്ലാമിലേക്ക് ഇനി ഒഴുക്കായിരിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ശ്രീനാരായണ ഗുരുജി നബിയെ പറ്റി പറഞ്ഞത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ. അള്ളാഹു സൂറത്തുൽ അംബിയായിൽ പ്രവാചകനെ പറഞ്ഞത് സമസ്ത ലോകത്തിനും റഹ്മത്ത് എന്നാണ്. ശ്രീനാരായണൻ തന്റെ അനുകമ്പാ ദശകത്തിൽ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സംഘടിക്കുക, ശക്തരാകുക എന്ന മുദ്രാവാക്യം ശ്രീനാരായണ ഗുരുജിയാണ് മുന്നോട്ട് വെച്ചത്. വിദ്യയിലൂടെ പ്രബുദ്ധരാകുക. നോക്കൂ, വിദ്യയിലൂടെ പ്രബുദ്ധരാകുക, സംഘടിക്കുക, ശക്തരാകുക. നരേന്ദ്രൻ കമ്മീഷന് നായനാർ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അവർ കണ്ടെത്തി 18,000-ൽ പരം തസ്തിക. മുസ്ലിമീങ്ങൾക്ക് 8,000 തസ്തികയാണ് നഷ്ടപ്പെട്ടത്. ഈഴവർക്ക് 4 ഉള്ളൂ.
4 പേരുടെ സീറ്റേ ഈഴവർക്ക് കുറവുള്ളൂ. അവർ വിദ്യയിലൂടെ പ്രബുദ്ധരായി. ശ്രീനാരായണൻ മുഹമ്മദ് മുസ്തഫയെ കണ്ടെത്തിയത് ഭീകരനായിട്ടല്ല, കരുണാവാൻ നബിമുത്തുരത്നമോ. കരുണാവാൻ നബിയെ പറ്റി ശ്രീനാരായണ ഗുരു പറഞ്ഞു കരുണാവാൻ നബി, മുത്ത് എന്ന് പറഞ്ഞു, രത്നം എന്ന് പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി, ആ നബിയുടെ മഹത്വം കേൾക്കുന്ന സദസ്സാണിത്. യുവാക്കളെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഉമ്മത്തങ്ങന്മാരെ നമുക്ക് തൗബ ചെയ്യാം, നല്ലൊരു ജീവിതത്തിന് വേണ്ടി അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എനിക്ക് ഓർമ്മ വരുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു ചരിത്രമാണ്. നോക്കൂ നിങ്ങൾ, ഡൽഹി ജുമാ മസ്ജിദ്. ഷാജഹാൻ ചക്രവർത്തിയാണ് ലാൽ കില പണിതത്, ചെങ്കോട്ട പണിതത്. നമ്മുടെ പ്രധാനമന്ത്രി വർഷത്തിൽ 2 ദിവസം ചെങ്കോട്ടയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കാറുണ്ട്. ആരാണ് ഈ ചെങ്കോട്ട പണിതത്? ഷാജഹാനാണ്. ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ആ ലാൽ കില, ആ ചെങ്കോട്ട, അതിൽ അദ്ദേഹത്തിന് ഉപവിഷ്ടനാകാൻ വേണ്ടി മയൂര സിംഹാസനം പണിതിരുന്നു. ആ മയൂര സിംഹാസനത്തിൽ കോഹിന്നൂർ രത്നം പതിപ്പിച്ചിരുന്നു. ആ രത്നം പിന്നീട് മോഷ്ടിച്ചു കൊണ്ടുപോയവർ ബ്രിട്ടീഷുകാരാണ്. വിലമതിക്കാത്ത കോഹിന്നൂർ രത്നം. നോക്കൂ, ഷാജഹാൻ പറഞ്ഞു, ഈ ലാൽ കിലയുടെ മുന്നിൽ നേരെ അപ്പുറത്ത് ഒരു ജുമാ മസ്ജിദ് കൂടി നിങ്ങൾ പണിയണം. അവിടെ വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ ഖുത്ബ ഓതുന്ന പ്രസംഗ മണ്ഡപം, ആ മിമ്പർ എന്റെ മയൂര സിംഹാസനത്തെക്കാൾ 1 അടി മുകളിലായിരിക്കണം. ഇമാമ് എന്നേക്കാൾ മുകളിൽ നിന്നുകൊണ്ട് വേണം ഖുത്ബ ഓതാൻ. അങ്ങനെ ജുമാ മസ്ജിദും ഷാജഹാൻ പണി കഴിപ്പിച്ചു. ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം സുഹൃത്തുക്കളെ ഒരു ദിവസം സുബഹിക്കാണ് നിർവഹിക്കപ്പെട്ടത്. നോട്ടീസ് അടിച്ചില്ല, വിശിഷ്ടാതിഥിയുടെ പേര് വെച്ചില്ല. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം സുബഹിക്ക് ആഹ്വാനം ചെയ്യപ്പെട്ടു. ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഫജ്ർ നമസ്കാരത്തോടുകൂടി നിർവഹിക്കപ്പെടുമെന്ന്. ആരാണെന്നറിയില്ല. ഇന്നേതെങ്കിലും പള്ളി സുബഹിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? സുബഹിക്ക് ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശിഷ്ടാതിഥിയെ പോലും കിട്ടൂല, ജനങ്ങളെയും കിട്ടൂല. അന്ന് ഷാജഹാൻ ചക്രവർത്തി ജുമാ മസ്ജിദിലേക്ക് വരികയാണ്. രാജാവ് എഴുന്നള്ളുകയാണ്. ജനങ്ങളെല്ലാം പള്ളി നിറഞ്ഞു നിൽക്കുന്നു. ആരാണ് പള്ളി ഉദ്ഘാടനം ചെയ്യുക? ഷാജഹാൻ മെഹ്റാബിലേക്ക് വന്നുകൊണ്ട് ജനങ്ങളെ സംബോധന ചെയ്തു. ജനങ്ങളെ, കഴിഞ്ഞ 10-15 വർഷമായി ഒരു വഖത്ത് നമസ്കാരവും നഷ്ടപ്പെടാത്ത ഒരു ചെറുപ്പക്കാരൻ ഈ മെഹ്റാബിലേക്ക് കയറി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഈ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആരും തയ്യാറായില്ല. കഴിഞ്ഞ 10-20 വർഷം നമസ്കാരം കളയാത്ത ഒരു വ്യക്തി ആരും തയ്യാറാവാതെ വന്നപ്പോൾ ഷാജഹാൻ ചക്രവർത്തി തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ബുദ്ധിയും പ്രായപൂർത്തിയും ഓർമ്മയും വെച്ച അന്ന് മുതൽ ഞാൻ ഒരു നേരത്തെ നമസ്കാരം കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മെഹ്റാബിലേക്ക് നിന്നുകൊണ്ട് 2 റക്അത്ത് ഫജ്ർ നമസ്കരിച്ചുകൊണ്ട് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമുക്ക് പറയാൻ കഴിയുമോ? പ്രായപൂർത്തി എത്തിയ അന്നു മുതൽ, ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ അന്നു മുതൽ ഒരു നേരത്തെ നമസ്കാരം മനഃപൂർവ്വം കളഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് പാടുന്നത്. പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ ആ മുത്തുനബി ആഗ്രഹിച്ചതുപോലെ ദീൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. യുവാക്കളെ, അള്ളാഹു പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാളത്തെ സുബഹി മുതൽ ജമാഅത്തായി ഈ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ അള്ളാഹു യുവാക്കൾക്ക് പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. വീടുകളിൽ മുഴുവൻ സ്ത്രീകളും നമസ്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് വരണം. അള്ളാഹു കബൂലാക്കട്ടെ. എന്താ ഇൻഷാ അല്ലാഹ് യുവാക്കൾ തയ്യാറല്ലേ? എന്താ നാളത്തെ സുബഹി മുതൽ നിങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചാലേ നാളെ ഞാൻ വാഴതിന് വരും. എന്താവും തീരുമാനിച്ചേ? ഉസ്താദ് ഇത്ര നേരത്തെ, ഇനിയുണ്ടല്ലോ 3-4 മാസം റമളാൻ വരാൻ അല്ലേ? റമളാൻ ആവുമ്പോൾ ഒരു ഇടിച്ചു കയറ്റം RSP അല്ലേ, റമളാൻ സ്പെഷ്യൽ പാർട്ടി. ഇനി 3-4 മാസമുണ്ട്. റമളാൻ വരാൻ കാത്തിരിക്കേണ്ട, നമുക്ക് നാളത്തെ സുബഹി മുതൽ തുടങ്ങാം. എന്താ ഇത്രയും ജനങ്ങളില്ലേ? ഇന്ന് മഗ്രിബിന് നോക്കിയപ്പോൾ 1.5 സഫേ ഉള്ളൂ പള്ളിയിൽ. എന്താ എല്ലാവരും യുവാക്കൾക്കൊക്കെ വന്നുകൂടെ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, എന്താണോ എന്റെ തിരുദൂതൻ കൊണ്ടുവന്നത് നിങ്ങളത് മുറുകെ പിടിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, എന്റെ നബി റസൂൽ തിരുദൂതൻ എന്ത് നിരോധിച്ചോ നിങ്ങളതിനെ ഉപേക്ഷിക്കണം. എല്ലാ അധാർമികതയും ഉപേക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തിരുമേനി ആഗ്രഹിച്ചത് മദ്യമുക്ത ലോകമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ, നിങ്ങൾ കള്ളിനെ ഉപേക്ഷിക്കണം, മദ്യത്തെ ഉപേക്ഷിക്കണം. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം. ഖാല റസൂലുള്ളാഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ ഫലാ യശ്റബിൽ ഖംറ, അവൻ മദ്യപിക്കരുത്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംറു, മദ്യം വിളമ്പുന്ന സദസ്സിൽ അവൻ ഇരിക്കരുത്. മുഹമ്മദ് മുസ്തഫ. മദ്യപിക്കരുത്, മദ്യം വിളമ്പുന്ന സദസ്സിൽ പാർട്ടിയിൽ പങ്കെടുക്കരുത്. ഖാല റസൂലുള്ളാഹി. അല്ലാഹു തആല പടച്ചവൻ മദ്യപിക്കാത്ത. എങ്ങനെയാണ് യുവാക്കൾ മദ്യപാനത്തിലേക്ക് എത്തുന്നത്? ആരും മനഃപൂർവ്വമല്ല മദ്യപിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ ചവിട്ടുപടി. എവിടെ നിന്നാണത് കിട്ടുന്നത്? എവിടെ നിന്നാണ്? സഹോദരങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാർ എന്താ പാൻ പരാഗല്ലേ, നമ്മുടെ ചെറുപ്പക്കാർ ഒരു തമാശയ്ക്ക് വേണ്ടി വായിൽ അവർ ചവയ്ക്കുന്ന ഒരു സാധനമാണ് പാൻ പരാഗ്. പാൻ പരാഗിലൂടെ പിടിച്ചു കയറുകയാണ്. അല്ലാഹു തആല പാൻ പരാഗും ഉപേക്ഷിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, പിന്നെ ഈ അടുത്തെന്നോട് ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇസ്ലാം ലഹരി പദാർത്ഥത്തെ അല്ലേ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ? ലഹരി ഇല്ലാത്ത പദാർത്ഥങ്ങളുണ്ടല്ലോ, ഏതാണത്? ലഹരി ഇല്ലാത്ത പദാർത്ഥം എന്താ അതിൻ്റെ പേര്? ഇതൊരു പേരുണ്ടല്ലോ, ഗൾഫിലൊക്കെ പോയാൽ അല്ല ഇവിടെയൊക്കെ. എന്താണ് ആ സാധനം? ബിയർ. ബിയർ. ആരാ പറഞ്ഞത് ബിയറിൽ ആൽക്കഹോൾ ഇല്ലെന്ന്? 7% ആൽക്കഹോൾ ഉണ്ട് ബിയറിൽ. ഇന്ന് ബിയർ കുടിക്കുന്ന സംസ്കാരത്തിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിയറിൽ നിന്ന് മനുഷ്യൻ 20%, 22% മറ്റ് മദ്യങ്ങളിലേക്ക് കയറുകയാണ് ഇന്ന് ടൂറിസത്തിന്റെ മറവിൽ. അല്ലാഹു തആല എല്ലാത്തരം ജീർണതകളിൽ നിന്ന് പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രവാചകൻ കൊണ്ടുവന്ന സുന്നത്ത് മുറുകെ പിടിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നബിയോട് സ്നേഹമുണ്ട് എന്ന് വെറുതെ പറയുകയാണ്. സുഹൃത്തുക്കളെ, ഈ സ്നേഹം ഇത് വെറും കാപഢ്യത്തിന്റെ സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് വെറും മുദ്രാവാക്യമാണ്. സത്യത്തിൽ നബിയുടെ സ്നേഹം ഇവിടെ കാണുന്നില്ല. പ്രവാചകനെ സ്നേഹിക്കേണ്ടതാരാണ്? ഇസ്ലാമിന്റെ പ്രബോധനം കിട്ടിയവരാണ്, മുസ്ലിമീങ്ങളാണ് നബിയെ സ്നേഹിക്കേണ്ടത്. ഇത് നോക്കൂ, നമ്മുടെ സ്വന്തം മക്കള്, അവരുടെ ഹെയർ സ്റ്റൈല് പോലും പ്രവാചകനെ വെറുപ്പിക്കുന്ന സ്റ്റൈലാണ്. നമ്മുടെ കുട്ടികൾ ഒരിക്കലും നബിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പാച്ചി കട്ടിങ്, മഷ്റൂബ് കട്ടിങ് അല്ലേ? നമ്മുടെ കുട്ടികൾ അപ്പാച്ചി കട്ടിങ്, മഷ്റൂബ് കട്ടിങ്ങിന് വിധേയരാകുന്നു. എന്തായി അപ്പാച്ചി കട്ടിങ്, മഷ്റൂബ് കട്ടിങ്? ഏതെങ്കിലും ഒരു കുട്ടി അപ്പാച്ചി അല്ലെങ്കിൽ മഷ്റൂബ് കട്ടിങ്ങിന് വിധേയമാകുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ചെന്നുകൊണ്ട് അവരുടെ ഹെയർ സ്റ്റൈൽ മാറ്റണം. ഒരിക്കൽ പ്രവാചകൻ നടന്നു പോകുമ്പോൾ ആ സബിയൻ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ ഹുലിക ബാലുഹു വതുരിക ബാലുഹു, ആ കുട്ടിയുടെ തലമുടി കുറച്ചു ഭാഗം മുണ്ടനം ചെയ്തിരിക്കുന്നു, കുറെ ഭാഗം വിട്ടിരിക്കുന്നു. പ്രവാചകൻ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്റുഖുഹു കുല്ല അവിഹുലുഖുഹു കുല്ല. പ്രവാചകന്റെ സ്റ്റൈൽ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹെയർ സ്റ്റൈൽ. നബി തിരുമേനി പറഞ്ഞു, ഉത്റുഖുഹു കുല്ല, തലമുടി വളർത്തുന്നെങ്കിൽ ഒരുപോലെ വിടുക, അല്ലെങ്കിൽ വടിക്കുന്നെങ്കിൽ വെട്ടുന്നെങ്കിൽ ഒരുപോലെ മുണ്ടനം ചെയ്യുക, ഒരുപോലെ നിർത്തുക, ഒരുപോലെ വടിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹെയർ സ്റ്റൈൽ. നോക്കൂ, നമ്മുടെ കുട്ടികളുടെ തല, യുവാക്കളുടെ തല ഇവിടെ ഉണ്ടോ? അപ്പാച്ചി മഷ്റൂബൊക്കെ ഇല്ല. അല്ലാഹ് കാക്കട്ടെ, വരാതെ. ഇല്ലെന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടല്ലോ ഒരാളെ. ഇനി എത്ര ഉണ്ടെന്ന് എണ്ണിയാൽ മതി അല്ലേ? സുഹൃത്തുക്കളെ, ഈ ചെറിയ ഒരു വിഷയത്തിൽ പോലും മഹാനായ പ്രവാചകൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. നോക്കുന്നു, ഇന്ന് ഏത് സുന്നത്തും നമുക്ക് സിനിമാ നടീനടന്മാരെ സുന്നത്ത് മതി അല്ലേ? സിനിമാ നടീനടന്മാരുടെ സുന്നത്ത്, അവരുടെ ചര്യയോടാണ് നമുക്ക് സ്നേഹം.
ഞാൻ മനസ്സിലാക്കുന്ന പ്രവാചകനോട് ഈ പറയുന്ന സ്നേഹം ഇത് ആത്മാർത്ഥമുള്ള സ്നേഹമല്ല. ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ പ്രായമായവർ പോലും, മഹാനായ പ്രവാചകൻ പറഞ്ഞു, അശ്റത്തും മിനൽ ഫിത്ര, 10 കാര്യം പ്രവാചകന്മാരുടെ ചര്യയാണ്. ഖസ്സുശാരിബ്, മീശ വെട്ടുക, താടി വളർത്തുക, പ്രവാചകൻ പഠിപ്പിച്ചു. എത്ര പേരാണ് താടി വെക്കുന്നത്? എത്ര പേരാണ് മീശ വെട്ടുന്നത്? അല്ലേ? അധികം ആളുകളുടെയും മീശ ചുണ്ടിന് താഴത്തേക്ക്, ഷാരിബ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവൻ എന്നാണ്. ചായയോ ജ്യൂസോ കുടിക്കുമ്പോൾ കൂട്ടത്തിൽ മീശയും കൂടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മീശ വെട്ടണം എന്ന് പറഞ്ഞു, താടി വെക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു തആല ഓരോ സുന്നത്തും ഹയാത്താക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ സുന്നത്ത് സജീവമാക്കിയാൽ ഫലഹു അജ്റു മിഅത്തു ഷഹീദ്, 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. ആത്മഹത്യ ചെയ്യരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ, അങ്ങനെ മരിക്കണമെന്ന് മരണം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഇൻ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ ഫാഹിനി, പടച്ചവനെ ജീവിച്ചിരിക്കലാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്ക്. വഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ ഫതവഫനി, അല്ലാഹുവേ വഫാത്ത് മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ നീ എന്നെ മരിപ്പിക്ക്. ഒരു രോഗം അല്ലെങ്കിൽ കടം അല്ലെങ്കിൽ ഒരു വൈഷമ്യം, ജീവിതത്തിൽ ഒരു വൈക്ലഭ്യം നേരിട്ടു, ഉടനെ ആത്മഹത്യ ചെയ്യരുത്. ഇസ്ലാം പറഞ്ഞു അതിന് പരിഹാരം മരണമല്ല. ഒരിക്കലും ജീവിതത്തിന് തോറ്റുകൊടുക്കരുത്. ഒരുപാട് പരീക്ഷണങ്ങൾ, അഗ്നിപരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആത്മഹത്യ ചെയ്യുന്നവർക്ക് നരകമാണ്, ശാശ്വതമായ നരകം. അബൂ ഹുറൈറയെ തൊട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു റളിയല്ലാഹു അൻഹു. നബി തിരുമേനി പറഞ്ഞു, മൻ ഖതല നഫ്സഹു ബിഹദീദ, ആരെങ്കിലും സ്വന്തം ശരീരത്തെ ഇരുമ്പ് ആയുധം കൊണ്ട് അപകടപ്പെടുത്തിയാൽ, മൂർച്ചയുള്ള ആയുധം കൊണ്ട് അപകടപ്പെടുത്തിയാൽ, ജീവൻ ഹനിച്ചാൽ, ഫഹദീദതുഹു ഫീ യദിഹി, അതേ ആയുധം അവന്റെ കയ്യിൽ അല്ലാഹു പിടിപ്പിക്കും. അതേ ആയുധവുമായി യതവജ്ജഹു ബിഹാ ഫീ ബത്നി, തന്റെ ഉദരത്തിലേക്ക് ആ ആയുധം അവൻ ആഴ്ത്തിയിറക്കും. ഫീ നാരി ജഹന്നമ, നാളെ കത്തിയാളുന്ന നരകത്തിൽ കാലാകാലം. നബിയുനാ റസൂലുള്ളാഹി. ഒരായുധം കൊണ്ടാണ് ജീവൻ അപകടപ്പെടുത്തിയതെങ്കിൽ അതേ ആയുധം കൊടുത്ത് അള്ളാഹു ആ മനുഷ്യനെ അതേ രൂപത്തിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. വമൻ ശരിബ സുമ്മ, ആരെങ്കിലും വിഷം കുടിച്ചാണ് ജീവൻ അപകടപ്പെടുത്തുന്നതെങ്കിൽ ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ, നാളെ നരകത്തിൽ കത്തിയാളുന്ന നരകത്തിൽ അതേ വിഷം അവൻ പാനം ചെയ്തുകൊണ്ട് ശിക്ഷിക്കപ്പെടും. വമൻ തറദ്ദാ മിൻ ജബലിൻ, ആരെങ്കിലും വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാണ് മരിക്കുന്നത് فهو يتردى في نار جهنم خالدا مخلدا فيها أبدا, കത്തിയാളുന്ന ജഹന്നമിൽ നരകത്തിൽ കാലാകാലം അവന്റെ ശിക്ഷ ഈ രൂപത്തിലായിരിക്കും. അല്ലാഹു കാക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 195-ാമത്തെ സൂക്തം അല്ലാഹു പറയുന്നു, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വ്യയം ചെയ്യണം, സമ്പത്ത് സദഖ ചെയ്യണം. വലാ തുൽഖൂ ബിഐദീകും, നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾ ഇടരുത്. ഇലത് തഹ്ലുക, ഹലാക്കിലേക്ക്, നാശത്തിലേക്ക് ഇടരുത്. വഅഹ്സിനൂ, നിങ്ങൾ പരോപകാരം ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു പരോപകാരികളെ ഇഷ്ടപ്പെടുന്നു. ഈ ആയത്ത് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു ആത്മഹത്യയെ കുറിച്ചാണ്. ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത്, നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങൾ ഇടരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് വ്യയം ചെയ്യണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ അടുത്ത് ഒരു പഠനം നടത്തി, ഒരു സർവേ നടത്തി, സമുദായങ്ങൾ തിരിച്ചുള്ള ഒരു സർവേ, ഒരു പഠനം. ആ പഠനത്തിൽ സഹോദരന്മാരെ, ഏറ്റവും താഴെ ആത്മഹത്യ ചെയ്യുന്നവരിൽ മുസ്ലിമീങ്ങൾ ഏറ്റവും പിന്നിലാണ് എന്ന് കണ്ടെത്തി. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ വിശ്വാസ ദൃഢതയാണ് അതിൻ്റെ കാരണമായി നരവംശ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈമാൻ ദൃഢമാക്കി തരുമാറാവട്ടെ.
ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ കാറ്റും കോളും കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും വരുമ്പോൾ തോറ്റുകൊടുക്കുന്നവനല്ല മുസ്ലിം. പിടിച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാമ സർ ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാലിന്റെ 4 വരി എനിക്ക് ഓർമ്മ വരുന്നു. കാം താഹെ ദിൽ തേര അന്ദേശ തൂഫാൻ സഖ്യ ना खुदा तू कश्ती भी तू बहर भी तू साहिल भी तू आह किसकी जुस्तजू आवाज रखती है तुझे राह तो रहबर भी तू रहरो भी तू मंजिल भी तू കാറ്റിൽ കടലിൽ കൊടുങ്കാറ്റെന്ന് കേൾക്കുമ്പോൾ കാം താഹദിൽ തേര തൂഫാൻ സഖ്യ, കടലിൽ കൊടുങ്കാറ്റെന്ന് കേൾക്കുമ്പോ നിന്റെ ഹൃദയം എന്തിനാണ് വിറകൊള്ളുന്നത്? നിന്റെ ഹൃദയം എന്തിനാണ് ചാഞ്ചല്യപ്പെടുന്നത്? ഒരിക്കലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയം ചാഞ്ചല്യപ്പെടരുത്, വിറകൊള്ളാൻ പാടില്ല. നീ തന്നെയാണ് കപ്പൽ, നീ തന്നെയാണ് കപ്പിത്താൻ, നീ തന്നെയാണ് ഈ കപ്പൽ തുഴയേണ്ടത്. ജീവിതത്തിന്റെ മറുകരയിൽ ഈ കപ്പൽ അടുപ്പിക്കേണ്ടതും നീ തന്നെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആഹ് കിസ്കി ജുസ്തുജു ആവാസ് റക്തി ഹെ തുജെ, ആര് നിന്നെ രക്ഷിക്കുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല അല്ലാഹു അല്ലാതെ. റാഹ് തൂ റഹ്ബർ ബിതു റഹ്റു ബിതു മൻസിൽ ബിതു, നീ തന്നെയാണ് വഴി, നീ തന്നെയാണ് വഴികാട്ടി, നീ തന്നെയാണ് വഴിയിലൂടെ സഞ്ചരിക്കുന്നവനും, നീ തന്നെയാണ് നിന്റെ ജീവിതമാകുന്ന തോണിയെ, നിന്റെ ജീവിതമാകുന്ന കപ്പലിനെ മറുകര എത്തിക്കേണ്ടവനും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് അർത്ഥങ്ങളുള്ള വരികളാണിത്. അല്ലാഹു ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും കഠോരമായി പരീക്ഷിക്കുന്നതിൽ നിന്ന് അല്ലാഹു പടച്ചവൻ നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ മഹാനായ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട്, മഹാനായ ഈസാ അലൈഹിസ്സലാം, ഈസബനും മറിയമും അനുയായികളും കൂടി ഒരു കടൽ തീരത്തു കൂടി നടന്നു പോവുകയാണ്. ഈസാ നബിയും അനുയായികളും നടന്നു പോകുമ്പോ നേരെ ഒരു മനുഷ്യൻ വരുന്നു. തലയിൽ ഒരു ചുമട് വിറകുണ്ട്. ഒരു ചുമട് വിറകും വെച്ചുകൊണ്ട് ഒരാൾ നടന്നു വരുന്ന ഒരു തൊഴിലാളി ഈസാ നബി അടുത്തുണ്ടായിരുന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇന്ന് വൈകുന്നേരം മരണപ്പെടും, ഈ മനുഷ്യൻ ഇന്ന് വൈകുന്നേരം മരണപ്പെടും. ഈസാ നബി അത് പറയാൻ കാരണം, അദ്ദേഹത്തിന്റെ വിറകിനകത്ത് സുഹൃത്തുക്കളെ ഉഗ്രവശമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. ഈസാ നബി കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായികളോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഇന്ന് വൈകുന്നേരത്തിൽ മരണപ്പെടും. സഹോദരങ്ങളെ, പിറ്റേന്ന് പ്രഭാതം ആ മനുഷ്യൻ ജീവനോടെ നടക്കുന്നത് കണ്ട ഈസാ നബിയുടെ ശിഷ്യഗണങ്ങൾ ഈസാ നബിയോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ജീവനോടെ നടന്നു പോകുന്നത് കണ്ടല്ലോ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈസാ നബി അലൈഹിസ്സലാം അനുയായികളോട് പറഞ്ഞു, അദ്ദേഹം വഴിമധ്യേ വിശ്രമിച്ചു, തന്റെ പാണ്ഡം അഴിച്ചു, തന്റെ ഭക്ഷണപ്പൊതി തുറന്നപ്പോൾ അതാ ഒരു മിസ്കീൻ, ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ, ഒരു അഗതിയായ മനുഷ്യൻ, ഒരു അഗതിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഭക്ഷണം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്റെ വിശപ്പകറ്റാൻ വെച്ചിരുന്ന ആ പത്തിരി, ആ ഹുബസ്, ആ പത്തിരി, അതിന്റെ പകുതി തന്റെ പ്രിയപ്പെട്ട അഗതിയായ ഗസ്റ്റിന് വെച്ച് നീട്ടി, തന്റെ ഭക്ഷണത്തിൽ മറ്റൊരാളെ കൂടി ഉൾപ്പെടുത്തി. അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആ മനുഷ്യന്റെ ആയുസ് നീട്ടിക്കൊടുത്തു. ആ പാമ്പിന്റെ ദംശനത്തിൽ നിന്നും അല്ലാഹു രക്ഷിച്ചു. ഇതാണ് ഉണ്ടായ സംഭവമെന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാം അനുയായികളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പടച്ചവൻ നമ്മുടെ ആഫത്തുകൾ, മുസീബത്തുകൾ മാറ്റിത്തരട്ടെ. നോക്കൂ, ഈ ആയത്ത് സൂറത്തുൽ ബഖറ 195-ാമത്തെ ആയത്ത് ആത്മഹത്യയെ പറ്റി അവതരിപ്പിക്കപ്പെട്ടുവെന്ന് ഖുർആൻ മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ട ഈ ആയത്ത് തുടങ്ങുന്നത് വഅൻഫിഖൂ ഫീ സബീലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യൂ. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ കൈ നാശത്തിലേക്ക് ഇടരുത്. ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു പടച്ചവൻ സമസൃഷ്ടികളെ സ്നേഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വിധവകളെയും അനാഥകളെയും അഗതികളെയും സ്നേഹിക്കുന്ന ഒരു തലമുറയായി മാറണം. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടായി വരണം. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ക്രൂരതയും, സുഹൃത്തുക്കളെ, ക്രൂരതയും അസമത്വവും അസഹിഷ്ണുതയും ഉണ്ടാവരുത്.
മഹാനായ മുഹമ്മദ് മുസ്തഫ സമസ്ത ലോകത്തിനും റഹ്മത്തായി നിയോഗിക്കപ്പെട്ട നബിയാണ്. മഹാനായ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, എന്റെ ഹൃദയം കഠിനമാണ്, എനിക്ക് ആരോടും മയമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല, ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇർഹമിൽ യതീം, നീ യതീമിനോട് കരുണ കാണിക്കണം. വംസഹ് റഅസഹു, അനാഥയുടെ ശിരസ് നീ തലോടി കൊടുക്കണം. യലിൻ സദറുക, നിന്റെ മനസ്സകം വിശാലമാകും, മൃദുവാകും. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ചിരിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്നവർ, സമസൃഷ്ടികളോട് കരുണ കാണിക്കാത്തവർ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവർ. അവരെ മനസ്സിലാക്കണം, ഹൃദയം മയമാകാൻ, മാർദ്ദവമാകാൻ പ്രവാചകൻ പറഞ്ഞത് യതീമിനെ സ്നേഹിക്കാനാണ്, യതീമിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് തലോടാനാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. നാം നമ്മുടെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സമസൃഷ്ടികൾക്ക്, അയൽവാസികൾക്ക്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പാവങ്ങൾക്ക്, സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിന്, അതിഥികൾക്ക്, അഗതികൾക്ക് കരുണ കാണിക്കാൻ അള്ളാഹു അതിലൂടെ നമുക്ക് പടച്ചവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അവന്റെ പരീക്ഷണങ്ങളിൽ അള്ളാഹു തല പടച്ചവൻ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിനെ ദിക്ർ കൊണ്ട് പടച്ചവൻ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറച്ചു നിൽക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തിലൂടെ, ക്ഷമയിലൂടെ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم أوصل وبلغ مثل صواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وهادينا ومرشدنا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم، وإلى أرواح آله وأهل بيته وذرياته وأتباعه أجمعين، وإلى أرواح أصحابه البدريين والأحديين والخندقيين والتبوكيين والخيبريين وسائر الصحابة والقرابة كلهم أجمعين، وإلى أرواح جميع الأولياء والعلماء والصديقين والشهداء والصالحين، وإلى أرواح الذين دفنوا حول هذا المسجد وفي مقابر المسلمين.